നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് 100% പൂർണ്ണ ദൈവവും അപ്പോൾ തന്നെ 100% പൂർണ്ണ മനുഷ്യനുമാണ്. ഒരു പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ നമ്മേക്കാൾ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ വ്യക്തിത്വ വിശേഷമാണ് നമ്മുടെ രക്ഷയുടെ നായകൻ. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 4:15 വായിക്കുന്നത്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. ഇന്ന് രാത്രി ആ ഭാഗത്തേക്ക് പ്രവേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചിലപ്പോഴൊക്കെ എനിക്കും സംശയം ഉണ്ടായിട്ടുണ്ട്. പാപമൊഴികെ സകലത്തിലും തുല്യമായി പരീക്ഷിക്കപ്പെട്ടെന്ന് പറയുമ്പോൾ, കർത്താവേ, ഇന്നിന്ന വേദനകളൊക്കെ അങ്ങേക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ചില സാഹചര്യത്തിൻ്റെ സമ്മർദ്ദങ്ങളിൽ അറിയാതെ ചോദിച്ചു പോയിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ചില ഈ ഹൈറേഞ്ചിൽ നിന്ന് ദീർഘദൂര യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ചില സന്ദർഭങ്ങളിൽ യോഗം കഴിയുമ്പോൾ ആ സ്റ്റേജിൽ തന്നെ ഒരു പാ കിട്ടുകയായിരുന്നെങ്കിൽ അവിടെ തന്നെ അങ്ങ് കിടക്കാം എന്ന് തോന്നും. അതുപോലെ ശാരീരിക ക്ഷീണങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്ത് ഒറ്റയ്ക്ക് ഹൈറേഞ്ചിലേക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത, ഒരു കുസൃതി ചിന്ത വന്നതാണ്. നമ്മുടെ ക്ഷീണം എന്താണെന്ന് കർത്താവിന് അറിയാവൂ. അത് കർത്താവ് അനുഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ ഞാൻ ചിന്തിച്ച് പോകുമ്പോൾ പെട്ടെന്ന് ഒരു മിന്നൽ പോലെ എൻ്റെ മനസ്സിലേക്ക് ആ തിരുവെഴുത്ത് വന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം വായിക്കേണ്ട 4-ാം അധ്യായമാണ്. കർത്താവ് ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ ശമരിയിൽ കൂടി കടന്നു പോകുമ്പോൾ യാക്കോബ് തന്റെ മകനായ യോസേപ്പിന് കൊടുത്ത ഉറവിനരികെ, ആ കിണറിനരികെ, ആ നിലത്തിനരികെ ഇരിക്കുകയാണ്. ഇരിക്കാനുള്ള കാരണം എന്താണെന്ന് തിരുവെടുത്ത് പറയുന്നുണ്ട്. വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഒരു ചുവട് പോലും മുൻപോട്ട് പോകാൻ കഴിയാത്ത നിലയിൽ വഴി നടന്ന് ക്ഷീണിച്ചു വിശ്രമത്തിന് വേണ്ടി സമയം വേർതിരിച്ചു. എന്നാൽ ആ വിശ്രമവേളയാണ്, ആ ക്ഷീണമാണ് ശമരിയ സ്ത്രീയെ കണ്ടുമുട്ടിയതും അവളുടെ ജീവിത രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയതും അവളെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നതും. അവളുടെ മാനസാന്തരം മാത്രമല്ല, അത് ശമരിയ പട്ടണത്തിന്റെ ഉണർവിനെ, കൊയ്ത്തിന് വഴിമാറിയതും. അവിടെ വെച്ച് ദൈവം എന്നോടൊരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു, KJ തോമസേ, നിന്റെ ശാരീരിക ക്ഷീണങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ടെന്ന്, അതിന്റെ ആഴം എത്രയുണ്ടെന്ന് എനിക്ക് അറിയാമെന്ന് മാത്രമല്ല, നിന്റെ ക്ഷീണങ്ങളൊക്കെ ഞാൻ അറിഞ്ഞും അനുവദിച്ചുമാണെങ്കിൽ അതെന്റെ നാമത്തിന്റെ മഹത്വത്തിനും സുവിശേഷത്തിന്റെ വ്യാപ്തിക്കും ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കും നിന്നിലൂടെ എന്റെ മഹത്വം വെളിപ്പെടുന്നതിനും കാരണീയമായി മാറും. ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ അതരം തുറന്ന് സ്തോത്രം ചെയ്തു പറ. ഏതെങ്കിലും ശാരീരിക ക്ഷീണങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ നിരാശ മറന്ന് സ്തോത്രം ചെയ്തു പറ. ഞാൻ ക്ഷീണിതനായിരിക്കുമ്പോൾ പോലും, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ പോലും എന്നെ ശക്തനാക്കി മാറ്റാൻ, തന്റെ നാമത്തിന്റെ മഹത്വത്തിന് എന്നെ കാരണീയനാക്കി മാറ്റാൻ, എന്നിലൂടെ നിവർത്തിക്കാനുള്ള തന്റെ പദ്ധതികൾ എന്നിലൂടെ പൂർത്തീകരിക്കാൻ എന്റെ ദൈവം വിശ്വസ്തനാണെന്ന് ഇന്ന് രാത്രി ആദരം തുറന്ന് സ്തോത്രം ചെയ്ത് പറയാൻ മനസ്സുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ്. നമ്മുടെ പ്രതിസന്ധിയും കർത്താവിൻ്റെ പ്രതിസന്ധിയും ഒരുപോലെ അല്ല. അതിൻ്റെ അർത്ഥം ആ പ്രതിസന്ധിയുടെ ഏറ്റക്കുറച്ചിലല്ല ഞാൻ ഈ പറയുന്നത്. ഞാനും നിങ്ങളും ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത് അമ്പമ്പോ ആ പ്രതിസന്ധിയിലൂടെ പോകാൻ ആഗ്രഹമുള്ളത് കൊണ്ടല്ല, അത് പരിഹരിക്കാൻ നമുക്ക് പ്രാപ്തിയില്ലാത്തത് കൊണ്ടാണ്. അയർക്കുന്നത്ത് ഒരു കുടുംബം, ഒരു ഉദാഹരണം പറയുകയാണ്. ഒരു 15 സെന്റ് സ്ഥലം വാങ്ങി 40 ലക്ഷം രൂപയ്ക്കൊരു വീട് പണിതു. 15 ലക്ഷം രൂപ മാത്രമേ അവരുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. 25 ലക്ഷം രൂപ അവർക്ക് ലോൺ എടുക്കേണ്ടി വന്നു.
അങ്ങനെ ലോൺ എടുക്കുമ്പോൾ അവരുടെ പ്രതീക്ഷ വീട് പണിയൊക്കെ കഴിഞ്ഞ് മൂത്ത മകൻ ദുബായിൽ ജോലി ചെയ്യുകയാണ്. അവൻ ഏകദേശം 1 ലക്ഷം രൂപയോളം ശമ്പളമുണ്ട്. അപ്പൊ ഈ 25 ലക്ഷം രൂപ അവന്റെ ശമ്പളം കൊണ്ട് അടച്ചു തീർക്കാം എന്ന പ്രതീക്ഷയിലാണ് അവരാ വീട് വെച്ചത്. അങ്ങനെ വീടിൻ്റെ സമർപ്പണമൊക്കെ കഴിഞ്ഞു. അവർ 6 മാസം അവിടെ പാർത്തു. 6 മാസം തെറ്റാതെ, തവണ തെറ്റാതെ ലോൺ അടഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ അടുത്ത 6 മാസമായി ലോൺ മുടങ്ങി. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, മോൻ്റെ ദുബായിലെ ജോലി പ്രതീക്ഷിക്കാതെ നഷ്ടപ്പെട്ടു. ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നു, 6 മാസമായി ലോൺ അടച്ചിട്ടില്ല, തവണ മുടങ്ങി. അതുകൊണ്ട് ദയവായി നിങ്ങൾ വരണം, ലോൺ അടയ്ക്കണം, അല്ലാത്ത പക്ഷം ഞങ്ങൾക്ക് നിയമപരമായി മുന്നോട്ട് പോകും. അടുത്ത 6 മാസം കൂടെ അവർ കാത്തിരുന്നു. 6 മാറും 12, 1 വർഷമായി 1 മാസത്തെ പോലും തവണയടച്ചിട്ടില്ല. അവസാനം ബാങ്ക് നിയമപരമായ നടപടിയിലേക്ക് നീങ്ങി. ബഹുമാനപ്പെട്ട നീതിപീഠം ആ വീട് ജപ്തി ചെയ്യാൻ ഉത്തരവിട്ടു. ആ വീടിൻ്റെ വാതിൽക്കൽ ജപ്തി നോട്ടീസ് പതിച്ചു. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ബന്ധുജനങ്ങളുടെയും ഒക്കെ നടുവിൽ തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ പണിത് സമർപ്പിച്ച വീട് ബാങ്ക് ജപ്തി ചെയ്യാൻ തീരുമാനിച്ച എല്ലാവരുടെയും മുമ്പിൽ തല കുനിച്ച് ആ വീട്ടിൽ നിന്നും മാറേണ്ടി വരുന്ന ഒരു രംഗം നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്നേ. എൻ്റെ ചോദ്യം, ആ കുടുംബം ആ പ്രതിസന്ധിയിലൂടെ പോകുന്നത് ആ പ്രതിസന്ധിയിലൂടെ പോകാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണോ? അല്ല, ആ പ്രതിസന്ധി പരിഹരിക്കാൻ അവർക്ക് ത്രാണിയില്ലാത്തത് കൊണ്ടാണ്. അപ്പം ഞാനും നിങ്ങളും ഒരു പ്രതിസന്ധിയിലൂടെ പോകുന്നത് ആ പ്രതിസന്ധി പരിഹരിക്കാൻ നമ്മെ കൊണ്ട് കഴിയാത്തത് കൊണ്ടാണ്. എന്നാൽ യേശു കർത്താവ് പ്രതിസന്ധിയിലൂടെ കടന്നുപോയത് ആ പ്രതിസന്ധി പരിഹരിക്കാൻ രക്ഷിതാവിന് പ്രാപ്തിയില്ലാത്തത് കൊണ്ടാണോ? അല്ല. എന്തുകൊണ്ടല്ല? അദ്ദേഹം പൂർണ്ണ മനുഷ്യൻ മാത്രമല്ല, പൂർണ്ണ ദൈവവും കൂടെയാണ്. ഒരു പൂർണ്ണ മനുഷ്യനെന്ന തന്റെ പ്രതിസന്ധിയെ തന്റെ ദൈവത്വം കൊണ്ട് യേശുവിന് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. എത്ര പേർക്ക് ആ വാക്കിന് ആമേൻ പറയാൻ കഴിയും? ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. ഗെത്സമന തോട്ടം, അവിടേക്ക് ഞാൻ ഒന്നുകൂടെ വരും. ഗെത്സമന തോട്ടത്തിൽ യേശുവിനെ പിടിക്കാനായിട്ട് ആൾക്കൂട്ടം വരുമ്പോൾ കർത്താവിനെ സംരക്ഷിക്കാൻ, പ്രതിരോധിക്കാൻ പത്രോസ് വാളുമായി ചാടുകയാണ്. ഉടനെ യേശു പറയുന്നു, പത്രോസേ, വാൾ ഉറയിലിട്. വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. അടുത്തത് എൻ്റെ ഒരു ഗ്രാമീണ പ്രയോഗം കൂടെ പറയാം. കുഞ്ഞെ, നിന്റെ വിചാരം എന്താ? എനിക്ക് ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ വാളിന്റെ വക്കാലത്ത് വേണമെന്നോ? വേണ്ട. നിന്നെയോ നിന്റെ വാളിന്റെ പ്രയോഗത്തെയോ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വേണ്ട. ഞാനിപ്പം മുകളിലേക്ക് നോക്കിയാലുണ്ടല്ലോ, 12 ലഗ്യോണിലധികം ദൂതന്മാർ ഇവിടേക്ക് ഇറങ്ങി വരാൻ റെഡിയായി നിൽക്കുകയാണ്. ഒരു ലഗ്യോൺ എന്ന് പറഞ്ഞാൽ 6000 12 ലഗ്യോൺ എന്ന് പറഞ്ഞാൽ 72,000. 72,000 വേണ്ട, 2 ഇറങ്ങി വന്നാ മതി. എന്തിനാ 2? ഒറ്റ ദൂതൻ ഇറങ്ങി വന്നാൽ ഗതികേടായി മാറും. സാഹചര്യങ്ങളൊക്കെ തകിടം മറിയും. പഴയ നിയമത്തിൽ അശൂർ പാളയത്തിലൂടെ ഒരൊറ്റ ദൂതൻ സഞ്ചരിച്ചപ്പോൾ നടന്നത് എന്താണെന്ന് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് അധരം കൊണ്ട് കൽപ്പിക്കണ്ട, ഒരു സിഗ്നൽ എങ്കിലും കൊടുത്താൽ റെഡിയായി നിൽക്കുകയാണ്. 72,000 ദൂതന്മാർ, 12 ലഗ്യോണിലധികം ദൂതന്മാർ. പക്ഷെ തന്റെ മനുഷ്യത്വത്തിലെ പ്രതിസന്ധിയെ തന്റെ ദൈവത്വം കൊണ്ട് ദൂതന്മാരെ ഇറക്കി യേശു പരിഹരിച്ചില്ല. എന്തുകൊണ്ട് പരിഹരിച്ചില്ല? താൻ ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകണം എന്നുള്ളത് ദൈവപിതാവിന്റെ ഹിതമാണെന്നറിഞ്ഞ് യേശു സമ്പൂർണ്ണ ദൈവഹിതത്തിന് തന്നെ വിധേയപ്പെടുത്തി കൊടുത്തു. എന്നോട് ചേർന്ന വാക്കിന് സ്തോത്രം പറയാൻ ഇന്ന് രാത്രി മനസ്സുള്ള എത്ര പേരുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
ഞാൻ ഈ പറയുന്നത് വളരെ ശ്രദ്ധിച്ചു കേൾക്കണം പ്രിയരെ. പ്രതിസന്ധികളില്ലാത്ത ഒരു ജീവിതമാണ് ഇന്ന് പ്രഭാഷണ വേദികളിൽ മുഴങ്ങുന്നത്. ഒരു പരിധിവരെ ശ്രോതാക്കൾക്ക് കേൾക്കാനും ആഗ്രഹം അതാണ്. നിത്യതയ്ക്കായി ഒരുങ്ങുക, വിശ്വാസത്തിൽ ഉറപ്പിക്കുക എന്നതിനപ്പുറത്ത് ഹോളുകളുടെയോ യോഗങ്ങളുടെയോ മൈതാനങ്ങളുടെയോ 4 ചുവരിനകത്തോ ഗ്രൗണ്ടിന്റെ അകത്തോ വൈകാരികമായി അവരെ പൊട്ടിത്തെറിപ്പിക്കാൻ എന്ത് ചെയ്യാമെന്ന ഒറ്റമൂലിയായി ഇന്നത്തെ സുവിശേഷ യോഗങ്ങളും പ്രഭാഷണങ്ങളും സകല നടപടിക്രമങ്ങളും മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കൃപ ലഭിച്ച ദൈവമക്കളോട് സ്തോത്രം ചെയ്തു പറയുന്നു, വൈകാരികമായ പൊട്ടിത്തെറികൾക്ക് വേണ്ടി, കയ്യടികൾക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം മുഴങ്ങേണ്ടതല്ല. ദൈവത്തിന്റെ വചനത്തിന്റെ ശുശ്രൂഷ വിശ്വാസികളെ കൃപയിൽ നിലനിർത്താനും നിത്യതയ്ക്കായി ഒരുക്കാനുമുള്ള ദൈവിക വഴിത്താരയാണതെന്ന് ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്തു പറയുമ്പോൾ എന്നോട് ചേർന്ന് ആമേൻ പറയാൻ കരുത്തുള്ള എത്ര പേർ ഇവിടെയുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രതിസന്ധിയുണ്ട് പ്രിയരെ, പക്ഷെ പ്രതിസന്ധിയിലെ ധൈര്യം എന്താ? ഈ പ്രതിസന്ധി എൻ്റെ ദൈവം അറിഞ്ഞു, എൻ്റെ ദൈവം അനുവദിച്ചുമാണെങ്കിൽ ആ പ്രതിസന്ധിയുടെ നടുവിൽ എൻ്റെ ദൈവത്തിനൊരു പദ്ധതിയുണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ തിരിച്ചറിയാൻ മനസ്സുള്ള എത്ര പേരിവിടെയുണ്ട്? പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തെ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും ദൈവത്തിൽ നിന്ന് സാധിച്ചെടുക്കാൻ, നമ്മുടെ ഇഷ്ടത്തിലേക്ക് ദൈവത്തെ കൊണ്ടുവരാൻ, നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ വളയ്ക്കാനുള്ള ഒറ്റമൂലിയായി ഇന്ന് ക്രിസ്തീയ ജീവിതത്തെ മനുഷ്യൻ കാണുമ്പോൾ ഞാൻ ദൈവമക്കളോട് സ്തോത്രം ചെയ്തു പറയുന്നു, നമ്മുടെ ആഗ്രഹങ്ങൾക്കും നമ്മുടെ ഇഷ്ടങ്ങൾക്കും നമ്മുടെ സ്വപ്നങ്ങൾക്കും നമ്മുടെ താല്പര്യങ്ങൾക്കും നമ്മുടെ കാര്യസാധ്യത്തിനും ഒരു ദൈവം എന്നതിനപ്പുറത്ത് എന്നെ കുറിച്ചുള്ള സമ്പൂർണ്ണ ദൈവഹിതം എന്താണെങ്കിലും, അത് നേട്ടമാണെങ്കിലും കോട്ടമാണെങ്കിലും ഉയർച്ചയാണെങ്കിലും താഴ്ചയാണെങ്കിലും ജീവനാണെങ്കിലും മരണമാണെങ്കിലും എന്നെ കുറിച്ചുള്ള ദൈവഹിതത്തിന് ഞാൻ എന്നെ തന്നെ വിധേയപ്പെടുത്തി തരുന്നു എന്ന് ഇന്ന് രാത്രി ആർജവത്തോടെ സ്തോത്രം ചെയ്ത് സമർപ്പിക്കാൻ മനസ്സുള്ള എത്ര പേർ ഇവിടെ വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തിരുവഴുത്തിൽ നിന്നൊരു ഉദാഹരണം ഞാൻ പറയാം. അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കുമായി ദൈവം കാണിക്കാനിരിക്കുന്ന യാഗഭൂമി തേടിപ്പോവുകയാണ്. അവസാനം മോറിയാമലയുടെ താഴ്വാരത്തിൽ വെച്ച് ആ സ്ഥലം ദൈവം ചൂണ്ടിക്കാണിച്ചു. ആ യാഗഭൂമി തേടി അപ്പനും മകനും കൂടെ യാത്ര ചെയ്യുമ്പോൾ ഇസ്ഹാക്ക് ചോദിക്കുന്ന ഹൃദയസ്പർശിയായ ഒരു ചോദ്യമുണ്ട്. അപ്പാ, തീയുണ്ട്, വിറകുണ്ട്, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? അതിന് അബ്രഹാം പറയുന്ന മറുപടി, മകനെ, യഹോവ തനിക്ക് ഹോമയാഗത്തിന് ഒരാട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും. അപ്പൊ ഇസ്ഹാക്ക് ആ മല ചവിട്ടിക്കയറിയത് ഒരാട്ടിൻകുട്ടിയെ ദൈവം കരുതുമെന്ന പ്രതീക്ഷയിലാണ്. ഒരാമേനൊന്ന് സ്തോത്രം ചെയ്ത് പറയാവോ? ഒരാട്ടിൻകുട്ടിയെ ദൈവം നിശ്ചയമായി കരുതും എന്ന പ്രതീക്ഷയിലാണ് അവൻ ആ മോറിയ മലയുടെ ആ മല ചവിട്ടിക്കയറുന്നത്. ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലരോട് ശക്തമായൊരു ദൈവാലോചന വിളിച്ചു പറയുകയാണ്. നിങ്ങളുടെ പ്രതീക്ഷകൾ, ദൈവം നിങ്ങൾക്ക് തന്ന നിയോഗങ്ങൾ അസ്ഥാനത്താകാൻ ദൈവം അനുവദിക്കില്ല. എന്നോട് ചേർന്ന വാക്കിന് ആമേൻ പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? അവിടെ ഒത്തിരി വിശദീകരണത്തിന് ഞാൻ മുതിരുന്നില്ല. അപ്പനും മോനും കൂടെ മോറിയ മലയുടെ മുകളിൽ വന്നു. പക്ഷെ അപ്പന് മാത്രമേ അറിയത്തുള്ളൂ ഇസ്ഹാക്കാണ് യാഗവസ്തു. ഇതുവരെ പറഞ്ഞത് ദൈവം കരുതുന്ന. മോറിയായിൽ അതിനു മുമ്പ്
ഒരു യാഗം നടന്നിട്ടില്ല. കർമ്മേലിൽ ഏലിയാവിന് യാഗപീഠം പുതുക്കി പണിയേണ്ടതായിട്ടേ വന്നുള്ളൂ. പക്ഷെ മോറിയായിൽ അബ്രഹാമിന് കല്ല് പെറുക്കി യാഗപീഠം പണിയേണ്ടി വന്നു. അപ്പൊ കല്ല് പെറുക്കി യാഗപീഠം പണിതത് അബ്രഹാമാണ്. തിരുവഴുത്ത് അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇസഹാക്കിന്റെ പണി എന്താ? ഇസഹാക്ക് ചിന്തിക്കുന്നത്, അപ്പം പറഞ്ഞായിരുന്നു ദൈവം ഒരാടിനെ കരുതുന്നു. ദൈവം കരുതി ആടെവിടെ ആടെവിടെ ആടെവിടെ, അതാ ഇസഹാക്കിന്റെ കണ്ണ് പരുതുന്നത്. ഒരു ആത്മനിയോഗത്തോടെ ഞാൻ സ്തോത്രം ചെയ്തു പറയാം. കല്ല് പെറുക്കി നടന്ന അബ്രഹാം ആ ആടിനെ കണ്ടില്ല. സമയത്ത് ദൈവം വെളിപ്പെടുത്തുന്നിടം വരെ ഇസഹാക്കിന്റെ കണ്ണിലും അത് പെട്ടില്ല. പക്ഷെ ദൈവത്തിന്റെ കരുതലുകൾ ഇസഹാക്കിന്റെ കണ്ണിൽ പെട്ടില്ലേലും അബ്രഹാം അത് കണ്ടുമുട്ടിയില്ലേലും ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം ഒരുക്കിയ കരുതലിനെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരുടെ തലയിൽ കൈവച്ച് ഈ ദൈവാലോചന വിളിച്ചു പറയുകയാണ്. നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തതും നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്തതും എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയതുമായ ദൈവത്തിന്റെ കരുതലുകൾ ദൈവത്തിന്റെ സമയത്ത് നിങ്ങൾക്കായി വെളിപ്പെട്ടു വരുമെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിന്റെ ദൂത് ഇതിനകത്ത് കൈമാറുന്നു. കൃപ ലഭിച്ചവർ ഒരുമിച്ച് സ്തോത്രം ചെയ്തു പറ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്മേൽ ഇട്ടുകൊള്ളി. റോഷഖരവന സധരാധന റോബൽ ഖമാനിയ സിയാധന. ഹല്ലേലൂയ. ശോരബലബന ഗദഗദുരി വനഗദഗ സിയാധന റബൽ ഖമന യനാധന റബൽ ഖനാധിയ ശോരബ ഖമാനിയ സധരാധന. ഇന്ന് രാത്രി ഇങ്ങനൊരു പദം പറയാൻ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു. തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം സംഗ്രഹിച്ചിട്ടുള്ളതും എന്ന് തിരുവഴുത്തിൽ വായിക്കുന്നത് പോലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി സംഗ്രഹിച്ചിട്ടുള്ളത്, ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുള്ളത്, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി കരുതിയിട്ടുള്ളത്, അഭിഷക്തനെ താങ്കളുടെ മിനിസ്ട്രിക്ക് വേണ്ടി നാളുകളിൽ ദൈവത്താൽ സംഗ്രഹിച്ചു വയ്ക്കപ്പെട്ടിട്ടുള്ളത് ഇന്ന് രാത്രി ആത്മാവ് എന്നോട് പറയുന്നു. ശൗൽ ശമൂവേലിന്റെ ആ പന്തിയിൽ എത്തുന്നതിന് മുമ്പേ നാളെ ഒരാൾ വരുമെന്ന് ദൈവം കാലെ കൂട്ടി പറഞ്ഞ് ദൈവം പറഞ്ഞവന് വേണ്ടി വെപ്പുകാരനോട് സ്പെഷ്യലായി മാറ്റിവെക്കാൻ പറഞ്ഞത് സമയത്ത് ഞാൻ പറഞ്ഞത് കൊണ്ടുവരിക എന്ന് ശമൂവേൽ പറഞ്ഞതുപോലെ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ദൈവാലോചന വിളിച്ചു പറയുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം സംഗ്രഹിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി, നിങ്ങളുടെ മിനിസ്ട്രിക്ക് വേണ്ടി ദൈവം കരുതിയതും ദൈവം സംഗ്രഹിച്ചതും ദൈവം മാറ്റിവെച്ചിട്ടുള്ളതുമായ ചിലത് സമയത്ത് വെളിപ്പെട്ടു വരുമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായി ഇതിനകത്ത് ദൈവാലോചന വിളിച്ചു പറയുന്നു. അതരം തുറന്ന് ആമേൻ പറയാൻ മനസ്സുള്ളവരെ കരമടിച്ച് അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ ഓഡിറ്റോറിയത്തിൽ ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിക്കട്ടെ. ചിലരെ ദൈവം ഉറപ്പിക്കട്ടെ. ചില നിരാശയുടെ കടും കെട്ടുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇതിനകത്ത് അടിച്ചു മാറ്റട്ടെ. Hallelujah. Praise God, praise God, praise God. കരമുയർത്തി എത്ര പേർക്ക് സന്തോഷത്തോടെ ആമേൻ പറയാൻ കഴിയും? യാഗപീഠത്തിന്റെ പണി പൂർത്തീകൃതമായപ്പോൾ ഇനി അബ്രഹാമിന് ആ സത്യം മറച്ചു വെക്കാൻ പറ്റില്ല. ഇസഹാക്കിനോട് തുറന്നു പറയുക, മോനെ, നീയാണ് ആ യാഗവസ്തു, നീയാണ് ആ യാഗവസ്തു എന്ന് അപ്പൻ മകനോട് തുറന്നു പറയുമ്പോൾ ഇസഹാക്കിന്റെ സ്ഥാനത്ത് വേറെ ആരാണേലും കുതറി ഓടിയൻ. കാരണം അപ്പാ ഇതുവരെ എന്നാ പറഞ്ഞേ? ഒരാമേൻ പറഞ്ഞു പറ. ഇതുവരെ എന്താ പറഞ്ഞേ? ദൈവം കരുതും.
ഇപ്പൊ എന്നാ പറയുന്നത്? ഇതെന്നാ നേരത്തെ പറയാഞ്ഞേ? നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മനസ്സുകൊണ്ട് ഞാനൊന്ന് അതിന് തയ്യാറാകുകയല്ലായിരുന്നോ? കാലേക്കുട്ടി അബ്രഹാം അത് പറഞ്ഞില്ല. ഇസ്ഹാക്കിന് വേണമെങ്കിൽ ഒഴിഞ്ഞു മാറാൻ അപ്പനോട് പറയാൻ കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഇസ്ഹാക്ക് അന്ന് തീരെ കുഞ്ഞൊന്നും അല്ല കേട്ടോ. ഏറ്റവും കുറഞ്ഞത് ഒരു 33 വയസ്സ് പ്രായം ഇസ്ഹാക്കിനുണ്ട്. രാമേനൊന്ന് പറ. 22-ാം അധ്യായത്തിൽ ഇസ്ഹാക്കിന്റെ യാഗവേദി ഉയരുന്നു. 23 ഉൽപ്പത്തി 23-ൽ സാറായുടെ മരണം സംഭവിക്കുന്നു. സാറാ മരിക്കുമ്പോൾ ഇസ്ഹാക്കിന്റെ സാറായുടെ പ്രായം 127. സാറായുടെ 90-ാമത്തെ വയസ്സിലുള്ള മകനാണ് ഇസ്ഹാക്ക്. അങ്ങനെയാണെങ്കിൽ സാറാ മരിക്കുമ്പോൾ ഇസ്ഹാക്കിന്റെ പ്രായം 37. വിവാഹം കഴിക്കുമ്പോൾ പ്രായം 40. ഒരു ആമേനെന്ന് പറ. 40. അപ്പൊ ഈ 22-ാം അധ്യായത്തിനും 23-ാം അധ്യായത്തിനും ഇടയ്ക്ക് സാറായുടെ മരണവും ഇസ്ഹാക്കിന്റെ വിവാഹവും പോലെ ഒരു 3 വയസ്സ് 4 വയസ്സ് കുറച്ചാൽ ഇസ്ഹാക്കിന് ഏറ്റവും കുറഞ്ഞത് 33 വയസ്സ് പ്രായമുണ്ട്. അത് മാത്രമല്ല, നല്ല ആരോഗ്യ ദൃഢഗാത്രനാ. അതുവരെ ബാല്യക്കാരോ കഴുതയോ ചുമന്നുകൊണ്ട് വന്ന വിറക് ഒറ്റയ്ക്ക് തോളി ചുമന്നുകൊണ്ട് ആ കയറ്റം കയറിയ നല്ല ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരനാ. വേണമെങ്കിൽ ഇസ്ഹാക്കിന് അപ്പനെന്തോ കുഴപ്പം പറ്റിയതാ. കാരണം പ്രായമേറെ ചെന്നു. പ്രായത്തിൻ്റെ എന്തോ താളപ്പിഴയാണെന്ന് പറഞ്ഞ് ഇസ്ഹാക്കിന് വേണമെങ്കിൽ കുതിറിയോടാമായിരുന്നു. പക്ഷെ ഇസ്ഹാക്ക് അത് ചെയ്തില്ല. നീയാണ് ദൈവം പറഞ്ഞ യാഗവസ്തു എന്ന് പറഞ്ഞപ്പോൾ അതിനോട് മറുതലിക്കാതെ വെളിപ്പെടുത്തപ്പെട്ട സത്യത്തിന്റെ മുമ്പിൽ കൈകാലുകൾ കെട്ടപ്പെട്ട് ആ യാഗവേദിയിൽ എരിഞ്ഞമരാൻ ദൈവത്തിന് സ്തോത്രം വിധേയപ്പെട്ടു കൊടുത്തു. ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് പറയുകയാണ്, എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചുമുള്ള ദൈവഹിതം എന്താണെങ്കിലും ഇന്ന് രാത്രി ആ ദൈവഹിതത്തിന് ഞാൻ എന്നെ തന്നെ വിധേയപ്പെടുത്തി തരുന്നു എന്ന് സ്തോത്രം ചെയ്ത് പറയുന്ന എത്ര പേരുണ്ട്? ഇന്ന് രാത്രി ദൈവത്തോടൊന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ് എന്റെ ആഗ്രഹങ്ങൾ മാറ്റിയിട്ട്, എന്റെ ഇച്ഛകൾ മാറ്റിയിട്ട്, എന്റെ താല്പര്യങ്ങൾ മാറ്റിയിട്ട്, എന്റെ സ്വപ്നങ്ങൾ മാറ്റിയിട്ട്, എന്റെ ദൈവമേ എനിക്കൊരു ജീവിതം തന്ന ദൈവമേ, എനിക്ക് ആയുസ് തന്ന ദൈവമേ, ഇത് എനിക്ക് വേണ്ടി എന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിച്ചു തീർക്കാനുള്ളതല്ല. ജീവിതം തന്ന, ആയുസ് തന്ന, ആരോഗ്യം തന്ന എന്റെ ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ ദൈവഹിതത്തിന്റെ നിവർത്തിക്കായി ഇന്ന് രാത്രി എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ അങ്ങയുടെ കയ്യിൽ വെച്ചു തരുന്നു എന്ന് അതരം തുറന്നു സ്തോത്രം ചെയ്ത് പറയാൻ മനസ്സുള്ളവർ അല്പനിമിഷം അതരങ്ങൾ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി മനോഭാവം മാറട്ടെ, കാഴ്ചപ്പാടുകൾ മാറട്ടെ. ദൈവിക യാഗവേദിയിൽ ഒരു യാഗവസ്തുവായി ഇന്ന് രാത്രി സമർപ്പിതമാകുന്ന രാത്രിയാക്കി പരിശുദ്ധാത്മാവ് ഈ രാത്രിയെ മാറ്റട്ടെ. യേശുവിന്റെ നാമത്തിൽ എത്ര പേര് എന്നോട് ചേർന്ന് സ്തോത്രം ചെയ്തു പറയും? എല്ലാവരും അക്കാര്യങ്ങളൊന്നും ഉയർത്തിപ്പിടിച്ചേ. എന്നിട്ട് ഒരുമിച്ച് പറഞ്ഞേ, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തണമേ. എല്ലാവരും അധരങ്ങൾ തുടർന്ന് സ്തോത്രം ചെയ്ത് പറയാമോ? നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തണമേ. എന്റെ ഹിതം പോലെ അല്ലേ, എന്റെ ഹിതത്തിന് എന്നെ വിടരുതേ, എന്റെ ഇഷ്ടത്തിന് എന്നെ വിടരുതേ. ഞങ്ങളുടെ ആഗ്രഹ സാഫല്യീകൃതത്തിനായി ഈ ജീവിതം വലഞ്ഞു തീരാൻ ഇടവരരുതേ. എന്റെ മിനിസ്ട്രി, എന്റെ കുടുംബം, എന്റെ കുഞ്ഞുങ്ങൾ, എന്റെ ജീവിതം ഞങ്ങൾക്കായി തീരാനുള്ളതല്ല, ദൈവഹിതം നിവർത്തിക്കാനുള്ളതാണ്. ഇന്ന് രാത്രി ഞങ്ങളെ അതിനായി സമർപ്പിക്കുന്നു. കരമുയർത്തി അധരം തുറന്ന് ഒരുമിച്ച്
ഗെത്സമനത്തോട്ടത്തിൽ എൻ്റെ രക്ഷിതാവ് പിതാവിനോട് പറയുന്നു, നാഥ, പിതാവേ, എൻ്റെ ഹിതമല്ല, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഹിതം തന്നെ, അങ്ങയുടെ ഇഷ്ടം തന്നെ എന്നിൽ നിറവേറപ്പെടട്ടെ. ഏറ്റവും ഭാഗ്യവതിയായ മറിയദൂതനോട് പറയുന്നു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. ഇന്ന് രാത്രി ഒന്ന് സ്തോത്രം ചെയ്തു പറ. ദുഷ്ടപിശാചോ മനുഷ്യരോ എൻ്റെ മേലിടുന്ന ഓരോ പ്രതിസന്ധിയും എൻ്റെ കുടുംബത്തിനെതിരെയോ എൻ്റെ തലമുറയ്ക്കെതിരെയോ എൻ്റെ ആയുസ്സിനെതിരെയോ എൻ്റെ ആരോഗ്യത്തിനെതിരെയോ എൻ്റെ മിനിസ്ട്രിക്കെതിരെയോ അടുക്കാൻ അനുവാദമില്ല. അങ്ങനെ ഏതെങ്കിലും ശക്തികൾ ഉയരുമെങ്കിൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാനതിനെ ശാസിക്കുകയും അതിന്റെ ജയം ഏറ്റെടുക്കുകയും ചെയ്യും. എന്നാൽ ദൈവഹിതത്താൽ എനിക്ക് അനുവദനീയമാകുന്ന എല്ലാറ്റിനും ഞാൻ സ്തോത്രം ചെയ്യുകയും ആ ദൈവഹിതത്തിന് എന്നെ വിധേയപ്പെടുത്തി തരികയും ചെയ്യുന്നു എന്ന് സ്തോത്രത്തോടെ പറയാൻ മനസ്സുള്ള എത്ര പേർ ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ തൻ്റെ മനുഷ്യത്വത്തിലെ പ്രതിസന്ധി തൻ്റെ ദൈവത്വം കൊണ്ട് യേശു പരിഹരിക്കാതിരുന്നത് താൻ ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകണം എന്നുള്ളത് ദൈവപിതാവിൻ്റെ ഹിതമാണെന്നറിഞ്ഞ് യേശു ആ ദൈവഹിതത്തിന് സമ്പൂർണമായി വിധേയപ്പെടുത്തി കൊടുത്തു. ഒരു പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ ആ പ്രതിസന്ധിയിൽ പൂർണ്ണമായി ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ജീവിക്കുമ്പോൾ യേശു കർത്താവിനും സമാധാനം ആവശ്യമായിരുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞാൽ ആശയം ഇവിടുത്തെ മനുഷ്യർ കാണിക്കുന്നത് പോലെ ഇല്ലാത്തതെന്തോ അന്തരീക്ഷത്തിൽ നിന്ന് പൂവായി മലരായി എടുത്ത് കാണിക്കുന്നത് പോലെ എന്തോ ഇല്ലാത്തത് തരുന്നെന്നല്ല. എൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ അനുഭവിച്ച എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അതാണ് ആ സമാധാനം. അത് നമുക്ക് അനുഭവിക്കാൻ കഴിയും, അത് നമുക്ക് അനുഭവിക്കാൻ കഴിയണം. അതാണ് കർത്താവ് തന്ന സമ്മാനം. എന്നോട് ചേർന്ന് സ്തോത്രം പറയുന്ന എത്ര പേര് ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്? യേശു അനുഭവിച്ച സമാധാനം അത് അങ്ങനെ തന്നെ എടുക്കരുത്, എൻ്റെ ഒരു വ്യാഖ്യാനമാണ്. ആ സമാധാനം നമുക്ക് അനുഭവിക്കാൻ കഴിയുമോ അത് പിന്നീട് ഞാൻ വ്യക്തമാക്കി. ആ സമാധാനം അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. യേശു കർത്താവും ശിഷ്യന്മാരുമായി അക്കരയ്ക്കൊരു യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പ്രാരംഭത്തിൽ സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണ്. കർത്താവ് പടകിൻ്റെ അമരത്ത് തലവെച്ച് ഉറങ്ങുകയാണ്. പക്ഷെ അല്പദൂരം പിന്നിട്ടപ്പോൾ സാഹചര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞു. കടലിളകി മറിയുകയാണ്, കാറ്റ് വീശിയടിക്കുകയാണ്, തിര തള്ളി കയറിക്കൊണ്ടിരിക്കുകയാണ്. ശിഷ്യന്മാർ വിചാരിച്ചു കർത്താവ് എത്രയോ ദിവസങ്ങളായി ഒന്ന് ഉറങ്ങിയിട്ട് സുഖമായി ഉറങ്ങിക്കോട്ടെ, ഈ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ പരിഹരിച്ചോളാം. കാരണം അവരുടെ ചിന്ത തെറ്റല്ല. ഈ പ്രശ്നം പരിഹരിക്കാനുള്ള തഴക്കവും പഴക്കവും അവർക്കുണ്ട്. കാരണം അവരിൽ മഹാഭൂരിപക്ഷവും മത്സ്യബന്ധന പശ്ചാത്തലത്തിൽ നിന്ന് യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വന്നിട്ടുള്ളവരാ. ഇന്നലകളിൽ അവരുടെ തൊഴിലിനോടുള്ള ബന്ധത്തിൽ ഇതുപോലെ ഒട്ടനവധി പ്രതിസന്ധികൾ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികളെ ഒരു പരിധിവരെ അവർ പരിഹരിച്ചിട്ടുമുണ്ട്. അപ്പൊ ഈ പ്രതിസന്ധിയെ പരിഹരിക്കാൻ ഇന്നലെയുടെ പരിചയം അവർക്ക് കൈമുതലായിട്ടുണ്ട്. 2, ഇപ്പോൾ ഈ പ്രതിസന്ധിയെ പരിഹരിക്കാൻ അവർ അശ്രാന്ത പരിശ്രമവും നടത്തുന്നുണ്ട്. പക്ഷെ അല്പസമയം കഴിഞ്ഞപ്പോഴാ മനസ്സിലായത് ഇന്നലെയുടെ പരിചയം കൊണ്ടും ഇന്നിൻ്റെ പരിശ്രമം കൊണ്ടും ഈ വിഷയം പരിഹരിക്കപ്പെടില്ല. ഈ വിഷയം പരിഹരിക്കപ്പെടണമെങ്കിൽ സർവശക്തന്റെ ഇടപെടൽ കൂടിയേ പറ്റൂ. ഇന്ന് രാത്രി സുവിശേഷ യോഗത്തിന്റെ പ്രഥമ രാത്രി ചില പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ മാനുഷികമായി നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് എല്ലാ പഴുതുകളും അടഞ്ഞ് ഇനി എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ
അറിയാതെ ഉത്കണ്ഠയോടെ വിങ്ങുന്ന ഹൃദയവുമായി ആരെങ്കിലും ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി വചനത്തിന്റെ ദൂത് ദൈവാത്മാവ് തരികയാണ്. പരിചയം പരാജയപ്പെട്ടിടത്ത്, പരിശ്രമങ്ങൾ വിഫലമായ ഇടത്ത് സർവശക്തന്റെ ഇടപെടൽ ഉണ്ടായിട്ട് ഇത് യഹോവയാൽ സംഭവിച്ചു, മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് തുള്ളിച്ചാടി സ്തോത്രം ചെയ്ത് പറയത്തക്ക നിലയിൽ ഒരു ദൈവപ്രവൃത്തി നിശ്ചയമായി സംഭവിക്കുമെന്ന് ഇന്ന് രാത്രി പോഷ്കില്ലാത്ത ദൈവം വചനത്തിന്റെ ദൂത് ചിലരോട് വിളിച്ചു പറയുമ്പോൾ വിശ്വാസത്താൽ ആമേൻ പറഞ്ഞു പ്രതികരിക്കാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് രാത്രി എന്നോട് പറയുകയാണ്, രക്ഷപ്പെടാൻ ഒരു പഴുതും കാണാത്തിടത്ത് നിങ്ങൾ അറിയാത്ത ചില ദൈവപ്രവൃത്തികൾ കർത്താവ് വെളിപ്പെടുത്തും. അധരങ്ങൾ തുറന്ന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഇന്ന് രാത്രി ദൈവാത്മാവ് എന്നോട് അങ്ങനെ തന്നെ പറയുന്നു. ഇസ്രായേൽ ഒരിക്കൽ പറഞ്ഞു, നീ മുമ്പും പിമ്പും ഞങ്ങളെ അടച്ചു, ഞങ്ങളുടെ മുതുകത്തൊരു വലിയ ഭാരം വെച്ചു, മനുഷ്യരെ ഞങ്ങളുടെ തലയിൽ കയറി ഓടിക്കുമാറാക്കി, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. ചുരുക്കി പറഞ്ഞാൽ മാനുഷികമായി നോക്കിയാൽ ഇനി കരകയറാൻ സാധ്യതയില്ല, നിവരാൻ സാധ്യതയില്ല, രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല. മുമ്പും പിമ്പും അടയപ്പെട്ട് മുതുകത്ത് ഭാരം വയ്ക്കപ്പെട്ട് മനുഷ്യർ തലയിൽ കയറി ഓടി തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വരുന്നു. പക്ഷേ അടുത്ത ഭാഗം എന്താണെന്നറിയാമോ? എങ്കിലും, ഒന്ന് സ്തോത്രം ചെയ്ത് പറ, എങ്കിലും. അടുത്തതാണ് അതിനേക്കാൾ ഉജ്ജ്വലം, നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ദൈവമേ, മാനുഷികമായി നോക്കിയാൽ ഞങ്ങൾക്ക് ഉയരാൻ പറ്റുമായിരുന്നില്ല, ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നില്ല. ആ പ്രതിസന്ധിയുടെ പൂട്ട് പൊട്ടിച്ച് ഞങ്ങൾക്ക് വെളിയിൽ കയറാൻ ഇറങ്ങാൻ കഴിയുമായിരുന്നില്ല. കാരണം പ്രതിസന്ധി അത്ര ഭയാനകമായിരുന്നു, അത്ര ശക്തമായിരുന്നു. വെല്ലുവിളികൾ, എല്ലാ മേഖലകളും കൊട്ടി അടയപ്പെട്ടതാണ്, എല്ലാ പഴുതുകളും അടയപ്പെട്ടതാണ്. എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, ഇന്നത്തെ തകർച്ചകൾ കണ്ട് മനസ്സ് മടുക്കരുത്, ഇന്നത്തെ പ്രതിസന്ധി കണ്ട് നിരാശ ഹൃദയത്തിനകത്ത് കയറരുത്. മാനുഷികമായി നോക്കിയാൽ അതിന്റെ പുറത്തു വരാൻ എത്തും പിടിയും നിങ്ങളുടെ മുമ്പിൽ കാണില്ല. പക്ഷേ സൈന്യത്താലല്ല, ശക്തിയാലല്ല, ഓ എന്റെ ആത്മാവിനാൽ അത്രയെന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത, നിങ്ങൾ ചിന്തിക്കാത്ത, നിങ്ങൾ നിരൂപിക്കാത്ത വഴികളിലൂടെ, മുഖാന്തരങ്ങളിലൂടെ ചില തകർച്ചകളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ദൈവപ്രവൃത്തി ഉണ്ടെന്ന് പോഷ്കില്ലാത്ത ദൈവം വചനത്തിന്റെ ദൂത് ഈ രാത്രി കൈമാറുകയാണ്. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി എൻ്റെ മാന്യ സഹോദര, എൻ്റെ മാന്യ സഹോദരി, നിനക്ക് പുറത്തു വരാനും നിനക്ക് രക്ഷപ്പെടാനും നിനക്ക് കരകയറാനും നിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടാനും മാനുഷികമായ ഒരു വഴിയും മുമ്പിലുണ്ടാകില്ല. ഇന്ന് രാത്രി നിരാശ, മാനുഷികമായി സാഹചര്യങ്ങളെ വിലയിരുത്തി നിരാശ കൊണ്ട് ജീവിതം ആത്മഹത്യയിലേക്ക് നയിക്കാതെ, നാടുവിട്ടു പോകാതെ, മറ്റൊരു നടപടിയിലേക്ക് കടക്കാതെ ദൈവത്തിൽ ആശ്രയിക്കാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. എങ്കിലും നീ ഞങ്ങളെ എന്ന നാളുകളിൽ ഇന്നത്തെ നിന്റെ തകർച്ചകളെ അത്ഭുതകരമായി പരിഹരിച്ച് ദൈവപ്രവൃത്തി പിറകോട്ട് നോക്കി ആശ്ചര്യ പരതന്ത്രയായി നിറകണ്ണുകളോടെ ദൈവത്തിന് നന്ദി പറയുന്ന ഒരു നാളെ ഉണ്ടെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ഉറപ്പു തരുമ്പോൾ എന്നോട് ചേർന്ന് ആമേൻ പറയാൻ മനസ്സുള്ള എത്ര പേര് ഇതിനകത്ത് വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ
ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കായുള്ള നിരൂപണങ്ങളല്ല, നന്മയ്ക്കായുള്ളവയത്രേ എന്ന് യഹോവയുടെ അരുളപ്പാട്. സാഹചര്യങ്ങൾ മാറും കേട്ടോ, തകർച്ചകൾ മാറും കേട്ടോ. പരിഹരിക്കാൻ കഴിയാത്ത അപരിഹാര്യമെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങൾക്കൊരു കരകയറ്റം ഉണ്ടാകും. ദൈവം അത് ചെയ്യും. മാനുഷികമല്ല, മാനുഷിക പ്രയത്നത്താലല്ല, മാനുഷിക ചിന്തയാലല്ല, അതിന്റെ പിറകിൽ ചലിക്കുന്ന ദൈവശക്തിയാൽ, നിങ്ങളോടുള്ള ദൈവത്തിന്റെ വിശ്വസ്തതയാൽ ചില പ്രതിസന്ധിക്ക് പുറത്ത് നിങ്ങൾ വരുമെന്ന് കർത്താവ് ഉറപ്പു തരികയാണ്. അപ്പൊ പരിചയം പരാജയപ്പെട്ടെടുത്ത്, പ്രയത്നങ്ങൾ വിഫലമായെടുത്ത് അവർ കർത്താവിനെ തട്ടി വിളിച്ച് ചോദിക്കും, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ അങ്ങേക്ക്. ലൈവൊക്കെ പോകുന്നതുകൊണ്ട് പറയാൻ മടിയാ. ഇതൊന്ന് വേണം മ്യൂട്ട് ചെയ്താലും വലിയ കുഴപ്പമില്ല, ഞാൻ ഈ പറയുന്നത് മാത്രം. കാരണം കെ ജെ തോമസ് ദുരുപദേശം പറഞ്ഞൊന്നും പറയില്ല. അതുകൊണ്ട് ഇതുപോലെ തിര തള്ളിക്കയറിയിട്ട് ഈ പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെങ്കിലും രക്ഷപ്പെടാൻ ഇതുപോലെ തുഴഞ്ഞിട്ട് ഒരു പ്രതികരണവും ഇല്ലാതെ ഇങ്ങനെ കിടന്നുറങ്ങണമെങ്കിൽ അവര് പറയുന്നതിൻ്റെ അല്പം യുക്തിയില്ലേ? നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ അങ്ങേക്ക്. നേരെ മറിച്ച് ഇവരാവശ്യപ്പെടുന്നതിന് മുമ്പ് കാറ്റേ ഇത്രയ്ക്കായോ, ഞാനും എൻ്റെ ശിഷ്യന്മാരും കൂടെ അക്കരയ്ക്ക് പോകുമ്പം എങ്ങനെ വെല്ലുവിളിക്കാൻ തോന്നി എന്ന് കർത്താവ് പറഞ്ഞിരുന്നെങ്കിൽ വിചാരം ഉണ്ടെന്ന് നമുക്ക് പറയാമായിരുന്നു. ഇനി റെഡിയാക്കിക്കോ, കുഴപ്പമില്ല. അപ്പൊ അവരാ സാഹചര്യത്തിൽ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ശരിയല്ലേ? എൻ്റെ ചോദ്യം, ഒരു വേളയെങ്കിലും അങ്ങനെ ചിന്തിക്കാത്ത ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടോ? അല്ലേ? പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും കാത്തിരുന്നിട്ടും പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നടക്കപ്പെടാതെ പോകുമ്പോൾ സങ്കീർത്തനക്കാരൻ പോലും പറഞ്ഞില്ലേ, യഹോവേ, നീ ദൂരത്ത് നിൽക്കുന്നതെന്ത്? ദൈവമേ, നീ എന്നെ മറന്നു കളഞ്ഞതെന്ത്? അല്ലേ? ഒരു വേളയെങ്കിലും അങ്ങനെ അറിയാതെ മനസ്സുകൊണ്ട് പറഞ്ഞു പോയിട്ടില്ലേ? ചിന്തിച്ചു പോയിട്ടില്ലേ? ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാ, നിങ്ങൾ ചിന്തിച്ച, നിങ്ങൾ പ്രതീക്ഷിച്ച സമയത്ത് ഒരു ദൈവപ്രവൃത്തി നടന്നില്ല എന്നുള്ളത് കൊണ്ട് ദൈവപ്രവൃത്തി ഇല്ലെന്ന് പ്രതീക്ഷിക്കരുത്. പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് ചിന്തിക്കരുത്. നിശ്ചയമായും ദൈവത്തിന്റെ സമയത്ത് ഒരു ദൈവിക ഇടപെടൽ സംഭവിക്കുമെന്ന് ഇന്ന് രാത്രി സ്തോത്രം ചെയ്തു പറ. കൃപ ലഭിച്ച ദൈവമക്കൾ എന്നോട് ചേർന്ന് പറഞ്ഞ്, എന്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശക രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും പറയും. എന്നെ മറുചോദ്യം, കർത്താവിന് വിചാരമുണ്ടോ? ഇവര് ചോദിക്കുന്ന, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ അങ്ങേക്ക്. അവരെ സാഹചര്യത്തെ വെച്ച് നോക്കുമ്പോൾ അവർ പറഞ്ഞിട്ട് ന്യായമുണ്ട്. പക്ഷെ എൻ്റെ മറുചോദ്യം, കർത്താവിന് വിചാരമുണ്ടോ? ഉണ്ട്. എന്താ അതിൻ്റെ ഉറപ്പ്? അതിൻ്റെ ഉറപ്പ് യേശു അമരത്താ തല വെച്ചിരിക്കുന്നു. അതെന്തിനാ അമരത്ത് തല വെച്ച്? ഉറങ്ങാനൊരു സുഖത്തിന് മാത്രമാണോ? അല്ല, അതിനൊരു ആത്മീക വശം കൂടെ ഉണ്ട്. ഒരു കപ്പലിൻ്റെ, ഒരു പടകിൻ്റെ പ്രധാന സ്ഥാനം അമരമാണ്. യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന, കപ്പൽ എത്ര വലുതാണെങ്കിലും കൊടുങ്കാറ്റുകൊണ്ട് ഓടുന്നതാണെങ്കിലും അമരക്കാരൻ ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് അതിനെ തിരിക്കുന്നു. പൗലോസൊക്കെ റോമിലേക്ക് യാത്ര ചെയ്ത കപ്പൽ ഇരുകടൽ കൂടിയോട് സ്ഥലത്തെത്തിയപ്പോൾ അണിയം ഉറച്ചു. തിരയുടെ കേമത്താൽ അമരം തകർന്നു, കപ്പലുടഞ്ഞു. അപ്പൊ അമരം തകർന്നാൽ ഒരു കപ്പലിനും നിലനിൽപ്പില്ല, ഒരു പടകിനും നിലനിൽപ്പില്ല. അപ്പൊ അമരത്തെന്തിനാ തലവെച്ച്? ശിഷ്യന്മാരെ, നിങ്ങൾക്ക് ഈ പ്രതിസന്ധി ആകസ്മികമാ, പക്ഷെ ആദിയിൽ തന്നെ
അവസാനവും പൂർവകാലത്ത് തന്നെ വരുവാനുള്ളതും എന്താണെന്നറിയാവുന്ന രക്ഷിതാവിനറിയാം. ഇത് അക്കരെ എത്തുന്നതിന് മുമ്പ് ഇതിനെ ഒടുക്കിക്കളയാൻ ഇതിനെതിരെ കാറ്റ് വീശി അടിക്കുമെന്ന്, തിര തള്ളിക്കയറുമെന്ന്. പക്ഷെ എത്ര കാറ്റ് വീശി അടിച്ചാലും എത്ര തിര തള്ളിക്കയറിയാലും ഇത് ലക്ഷ്യസ്ഥാനത്തെത്തുന്നിടം വരെ ഇതിനെ ഒന്നിനും ഒടുക്കാനും മുക്കാനും കഴിയാത്ത നിലയിൽ അവന്റെ തല അതിന്റെ ആമരത്തുണ്ട്. ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ പിറകോട്ടിറങ്ങി തിരിഞ്ഞൊന്ന് ചിന്തിച്ച്, വീശി അടിച്ച കാറ്റ് പോലെ, ഉയർന്നു പൊങ്ങിയ തിര പോലെ, ഇളകി മറിഞ്ഞ കടൽ പോലെ എത്രയെത്ര പ്രതിസന്ധികൾ. എന്നാൽ അതിന്റെയൊക്കെ നടുവിൽ നിലനിന്നത്, ഇവിടം വരെ പിടിച്ചു കയറി വന്നത് മനസ്സിന്റെ കരുത്തുകൊണ്ടല്ല, ദൈവത്തിന്റെ കരുണ കൊണ്ടാണെന്ന് ഇന്ന് രാത്രി ഓർത്തോർത്ത് സ്തോത്രം പറയാൻ മനസ്സുള്ള അഭിഷിക്തന്മാർ ദൈവമക്കൾ കരമടിച്ച് അല്പ നിമിഷം ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഞങ്ങളെക്കുറിച്ച് വിചാരമുള്ളൊരു ദൈവം ഈ രാത്രി ജീവിക്കുന്നു. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ അപ്പൊ അവര് പറയാ വിചാരമില്ല. പക്ഷെ കർത്താവിന് എന്തൊരു വിചാരം. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. വീശിയടിക്കുന്ന കാറ്റിൽ, തള്ളിക്കയറിയ തിരയിൽ, മുങ്ങിക്കൊണ്ടിരിക്കുന്ന പടകിൽ 12 ശിഷ്യന്മാർ പ്രാണഭയത്തിൽ അലറിക്കരയുമ്പോൾ ആ പ്രതിസന്ധിയിൽ എൻ്റെ രക്ഷിതാവ് ശാന്തമായി ഉറങ്ങി. അതാണ് അദ്ദേഹം അനുഭവിച്ച സമാധാനം. എന്നോട് ചേർന്ന് അതരം തുറന്ന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഇനി രണ്ടാമത്തെ ചിന്തയിലേക്ക് വരാം. ഗെത്സമന തോട്ടത്തിലേക്ക് നിങ്ങൾ എൻ്റെ കൂടെ ഒന്നുകൂടെ വരണം. യേശുവിനെ പിടിക്കാനായിട്ട് വാളും വടിയും കുന്തവും പന്തവുമായി നെഞ്ചുവിരിച്ച് തല ഉയർത്തിപ്പിടിച്ച് ചേവകരും പടയാളികളും ആൾക്കൂട്ടവും കൂടെ വരികയാണ്. അപ്പം അവരുടെ ചിന്ത, ഈ അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് ആളാരാന്നൊന്ന് അറിഞ്ഞാൽ മതി, ഇപ്പം പിടിക്കാം എന്ന മട്ടിലും ഭാവത്തിലും അവർ വരിക. പക്ഷെ എൻ്റെ രക്ഷിതാവ് അങ്ങോട്ട് ചെന്ന് ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? അവരുടെ മറുപടി, നസ്രയനായ യേശുവിനെ. എൻ്റെ പൊന്നുകർത്താവ് പ്രതിവചിച്ചു, അത് ഞാനാകുന്നു. ഞാനാകുന്നു എന്ന് കേട്ടതും എല്ലാവരും കൂടെ പുറകോട്ട് വീണു. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബോധം കെട്ടു വീണു. ഒരിക്കലും ഒരാളെന്നോട് ചോദിച്ചു, യേശു ക്രിസ്തു ദൈവമാണോ? ഞാൻ ചോദിച്ചു, എന്താ സംശയം, യേശു ദൈവമല്ലേ? അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്, ദൈവത്തെ പിടിക്കാൻ പറ്റുമോ? ദൈവത്തെ കൊല്ലാൻ പറ്റുമോ? ദൈവത്തെ ക്രൂശിക്കാൻ പറ്റുമോ? അല്പം കൂടെ ശഠിച്ച് അദ്ദേഹം പറയുകയാണേ, അങ്ങേരെ രക്ഷിക്കാൻ പറ്റിയില്ല, പിന്നല്ലേ നാട്ടുകാരെ രക്ഷിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളോട് ആരാ പറഞ്ഞ് യേശുവിനെ പിടിച്ചതാന്ന്? രക്ഷപ്പെടാൻ അവസരമില്ലാതിരുന്നത് കൊണ്ട്, ഗതികേട് കൊണ്ട് സംഭവിച്ചതല്ല യേശുവിൻ്റെ മരണം. യേശുവിനെ ആരും ഒട്ട് പിടിച്ചതുമല്ല. പിടിക്കാൻ അഹങ്കാരത്തിൻ്റെ ആൾ രൂപമായി വന്നവരോട് ഞാനാകുന്നെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും പിറകോട്ട് വീണത്. എല്ലാവരും പിറകോട്ട് വീണ് കിടക്കുമ്പോൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ രക്ഷിതാവിന് രക്ഷപ്പെടാമായിരുന്നു. അതിനുള്ള അവസരമുണ്ടായിരുന്നു, അതിനുള്ള പഴുതുണ്ടായിരുന്നു. പക്ഷെ യേശു രക്ഷപ്പെട്ടില്ല. ഇന്നാ എന്നെ പിടിച്ചോളാൻ പറഞ്ഞ് കൈ നീട്ടിക്കൊടുത്തു. ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് പറയാം, യേശുവിനെ ആരും പിടിച്ചതല്ല, പിടിക്കാൻ കഴിയില്ല. യേശുവിനെ ആരും കൊന്നതല്ല, കൊല്ലാനൊട്ട് കഴിയുകയുമില്ല. പിന്നെ അവൻ തന്റെ ജീവനെ നമുക്ക് വേണ്ടി വെച്ചു തന്നതാണ്. സ്വയം യേശു കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തതാണ്. അവൻ നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്നതാണ്. അതരം തുറന്ന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഗലാത്യ ലേഖനത്തിൽ പൗലോസ് എന്ന് പറയുന്നുണ്ട്, ഞാനിപ്പോൾ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എനിക്ക് വേണ്ടി തന്നെത്താൻ, എല്ലാവരും സ്തോത്രം ചെയ്തു പറ, ഏൽപ്പിച്ചു കൊടുത്ത കർത്താവ്. സഭയ്ക്ക് വേണ്ടി യേശു തന്നെത്താൻ ഏൽപ്പിച്ചു തന്നതാണ്. യേശുവിനെ പിടിച്ചതല്ല, പിടിക്കാനൊട്ട് പറ്റില്ല. യോഹന്നാൻ 10 കർത്താവ് പറയുന്നു, മനുഷ്യപുത്രന് തന്റെ
ജീവനെ എല്ലാവരും സ്തോത്രം ചെയ്ത് പറഞ്ഞ് കൊടുപ്പാനും അതിനെ തിരികെ പ്രാപിക്കാനും അധികാരമുണ്ട്. യേശുവിന്റെ ജീവനെ ആരും എടുത്തതല്ല. മാനവവർഗത്തിന്റെ പാപപരിഹാരത്തിന് യേശു തന്റെ ജീവനെ തന്നതാണ്. ലോകത്തിന് യേശു ജീവനെ കൊടുത്തതാണ്. നമുക്ക് വേണ്ടി കർത്താവ് സ്വയം ഏൽപ്പിച്ചു തന്നതാണ്. ആ അരുമനാഥന് സ്തോത്രമെന്ന് ഇന്ന് രാത്രി സന്തോഷത്തോടെ പറയാൻ മനസ്സുള്ള എത്ര പേര് ഈ ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ പിടിക്കാൻ വന്നവര് പിറകോട്ട് വീണു. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പിനെ പരിചയപ്പെടുക. വീരശൂര പരാക്രമികളായ ശിഷ്യന്മാരാ. മരിച്ചാലും മറക്കത്തിൽ നിന്നൊക്കെ വീമ്പ് പറഞ്ഞവരാ. പക്ഷെ സാഹചര്യം വന്നപ്പോൾ ഓടിയത് നിങ്ങളുടെ മനസ്സിൽ കണ്ടാൽ മതി. ഈ കണ്ടവാനം പുകഴ്ത്തുകയും കണ്ടവാനം ചക്രവാക്ക് പറയുകയും കണ്ടവാനം ഒട്ടുകയും പറ്റുകയും ചെയ്യുമ്പോൾ ഓർത്താൽ മതി എന്തോ ദുരുദ്ദേശമുണ്ട്. ആ സബ്ജക്റ്റിലേക്ക് ഇന്ന് രാത്രി പോകാൻ ആഗ്രഹിക്കുന്നില്ല. സ്വാർത്ഥത കൊണ്ട് ആരെയും സ്നേഹിക്കരുത്. നമ്മുടെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ചക്രവാക്കും മുഖസ്തുതിയും പറഞ്ഞ് ആരെയും നമ്മുടെ വരുതിയിലാക്കാൻ നോക്കരുത്. അതിനൊന്നും നിലനിൽപ്പില്ല. അതിനൊക്കെ അല്പായുസ് മാത്രമേ ഉള്ളൂ. ദൈവം നിഷ്കളങ്കനോട് നിഷ്കളങ്കനാണ്. ദൈവം വക്രനോട് വക്രത കാണിക്കുന്ന ദൈവമാണ്. എന്നോട് ചേർന്ന് ചങ്കൂറ്റത്തോടെ ആ വാക്കിന് ആമേൻ പറയുന്ന എത്ര പേരുണ്ട്? അവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. കർത്താവിനെ പിടിച്ചതും ഓടിയ രംഗം മനസ്സിൽ കണ്ടാവും. എന്നാൽ ആ തോട്ടത്തിലേക്ക് ഒരാളെ നോക്കിക്കേ. പ്രതിസന്ധിയുടെ തീക്കുണ്ടത്തിൽ നിൽക്കുന്നത് വാഴ്ത്തപ്പെട്ട കർത്താവാണ്. ഇനി യേശുവിനെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. നിങ്ങളെത്ര കരുത്തന്മാരായ മനുഷ്യരാണേലും മാനസികമായി നിങ്ങൾ തകർന്നാൽ നിങ്ങളെ കൊണ്ട് ഒന്നും നടക്കുകയില്ല. ഇപ്പം നമ്മുടെ സെൻട്രൽ കൺവെൻഷൻ അല്ലേ ബ്രദറെ, ഞാനിങ്ങനെ കൂടെ കൂടെ ബുദ്ധിമുട്ടിക്കുന്നത് ക്ഷമിക്കണേ. ഇതും കൂടെ ഒന്ന് മ്യൂട്ട് ചെയ്തേക്കണേ. ഇതും കൂടെ ഒരു മിനിറ്റ് മതി കേട്ടോ. ഇതുകൊണ്ട് കരുത്തനാണേലും മാനസികമായി തകർന്നാൽ നമ്മളെ കൊണ്ടൊന്നും നടക്കില്ല. ഇത് നമ്മേക്കാൾ നല്ലവണ്ണം പിശാചിന് അറിയാൻ പ്രിയരെ. അതുകൊണ്ട് ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന പലരെയും, കൃപാവരങ്ങളുള്ള പലരെയും, പ്രാർത്ഥിക്കുന്ന പലരെയും, പ്രവർത്തിക്കുന്ന പലരെയും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ, അതല്ലെങ്കിൽ വേറൊരു തരത്തിൽ മാനസികമായി തകർത്ത് അവരുടെ മിനിസ്ട്രി ഫലപ്രദമാകാതെ, കൃപാവരങ്ങൾ ജ്വലിക്കപ്പെടാതെ, അവരുടെ കഴിവുകളും പ്രാപ്തികളും തനതായ നിലയിൽ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിയാതെ മാനസികമായി അവരെ തകർത്ത് ദുഷ്ടപിശാച് ഒതുക്കുന്നത് ഇന്ന് രാത്രി സുവിശേഷ യോഗത്തിന്റെ പ്രഥമ രാത്രി. അങ്ങനെ ഏതെങ്കിലും ഇരുളിന്റെ ശക്തികൾ ഫലപ്രദമാകാതിരിക്കാൻ, കൃപാവരങ്ങൾ ജ്വലിക്കപ്പെടാതിരിക്കാൻ, നിങ്ങൾ മിനിസ്ട്രിയിൽ പ്രയോജനപ്പെടാതിരിക്കാൻ, മാനസികമായി നിങ്ങൾക്കെതിരെ തൊടുത്ത ഏതെങ്കിലും സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളുടെ പിറകിൽ ഇന്ന് രാത്രി കുടിയിരിക്കുന്ന വെല്ലുവിളിക്കുന്ന പൈശാചിക ശക്തികൾ ഉണ്ടെങ്കിൽ, ഞാൻ പ്രസംഗിക്കുന്ന വചനത്തിന്റെ ശക്തിയാലും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിലും എന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ, ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്താൻ അധികാരം തന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് അമർച്ചയായി കൽപ്പിക്കുന്നു. ആ പൈശാചിക ശക്തികൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. ഞാൻ പറയുന്നത് കൊണ്ടല്ല, പരിശുദ്ധാത്മാവ് നിയോഗം തരുന്നെങ്കിൽ അതരം തുറന്ന് കരമടിച്ച് ഇന്ന് രാത്രി അന്യഭാഷയിൽ അല്പ നിമിഷം
ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഇന്ന് രാത്രി ദൈവാത്മാവ് എന്നോട് ഇങ്ങനൊരു ദൂത് പറയുന്നു. 20 വർഷം കാത്തിരുന്നും ഇസ്ഹാക്ക് പ്രാർത്ഥിച്ചുമാണ് റിബെക്കായുടെ ഉദരം ദൈവത്താൽ തുറക്കപ്പെട്ടത്. ഇരട്ട കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയുടെ മറുപടിയായി ദൈവം കൊടുത്തു. പക്ഷെ 20 വർഷം കാത്തിരുന്ന് പ്രാപിച്ചതിന് സ്വസ്ഥതയോടെ അനുഭവിക്കാൻ കഴിയാതെ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞ്, മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് റിബെക്ക മാനസികമായി തകർന്നതുപോലെ ദൈവം മിനിസ്ട്രി തരാഞ്ഞിട്ടല്ല, സന്തോഷിക്കത്തക്ക സാഹചര്യങ്ങൾ ദൈവം ഒരുക്കാഞ്ഞിട്ടല്ല, ദൈവം കൃപാവരങ്ങൾ കൈമാറാഞ്ഞിട്ടല്ല, സാധ്യതകൾ ഇല്ലാഞ്ഞിട്ടല്ല, നിന്നെ കൊണ്ടത് അനുഭവിപ്പിക്കാതെ അതിൽ സന്തോഷിക്കാൻ കഴിയാതെ ഇന്ന് രാത്രി അഭിഷക്തനെ, ഇന്ന് രാത്രി വിശ്വാസിയെ, നാളിതുവരെ നിനക്കെതിരെ വെല്ലുവിളിച്ചു നിന്ന ആ പൈശാചിക വ്യാപാരത്തെ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിന്റെ ശക്തിയാൽ ഈ രാത്രി അഴിച്ചു മാറ്റുന്നത് എനിക്ക് ആത്മാവിൽ തിരിച്ചറിയാൻ കഴിയുന്നു. യേശുവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എന്തോ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശക്തമായി എന്നോട് പറയുന്നു. ദൈവം ചിലരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയാണ്. നാളുകളായി നിന്നെ മാനസികമായി സമ്മർദ്ദത്തിലാക്കി, ശുശ്രൂഷയിൽ ഒതുക്കി, പ്രാപ്തികൾ വിനിയോഗിക്കപ്പെടാതെ, കൃപാവരങ്ങൾ ജ്വലിക്കപ്പെടാതെ, നാളിതുവരെ ആ നിലകളിൽ നിങ്ങളെ ഒതുക്കിയ ശക്തികളെ ഇന്ന് രാത്രി ദൈവാത്മാവ് ശാസിച്ച് നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന രാത്രിയാണെന്ന് പോഷ്കില്ലാത്ത ദൈവം തന്റെ വചനത്തിന്റെ ദൂത് കൃത്യമായി കൈമാറുന്നു. ഞാൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. പ്രതിസന്ധിയുടെ തീക്കുണ്ടത്തിന്റെ അകത്താ കർത്താവ് നിൽക്കുന്നേ. പക്ഷെ ആ പ്രതിസന്ധി ഒന്നും ഒരാമയും പറഞ്ഞ് തൻ്റെ മിനിസ്ട്രിയെ ബാധിച്ചില്ല. ഉദാഹരണം ഞാൻ പറയാം. പത്രോസ് വാളുകൊണ്ട് വെട്ടിയില്ലേ? പത്രോസിന്റെ വാളിന്റെ വായ്ത്തലയേറ്റ് മൽക്കോസിന്റെ വലത്തെ കാത് രക്തത്തിൽ കിടന്ന് പിടയ്ക്കുക. വേറെ ആരാണേലും കണ്ടില്ലെന്ന് വെച്ച് പോകത്തേ ഉള്ളൂ. കാരണം താനായി പ്രതിസന്ധിയില്ല. ഒരാമേനെന്ന് പറയാവോ? തൻ്റെ പ്രതിസന്ധി കർത്താവ് പരിഹരിച്ചില്ല, പക്ഷെ മൽക്കോസിന്റെ പ്രതിസന്ധി പരിഹരിച്ചു. വിശ്വാസത്താൽ ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഇത് മിനിസ്ട്രിയുടെ ഒരു രഹസ്യം കേട്ടോ. എൻ്റെ പ്രാഗൽഭ്യം ഒത്തിരി പ്രാവശ്യം പോയിട്ടുണ്ട്. കാരണം ചില രോഗികൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഞാൻ പറയും, എൻ്റെ കർത്താവ്, എൻ്റെ L4 L5 ഡിസ്ക് തള്ളി, നേർവ് അതിൽ മുട്ടി, എനിക്ക് ഇടത്തെ കാലിലോട്ട് ബ്ലഡ് സർക്കുലേഷനും ഇല്ല, നിൽക്കാനും വയ്യ. ഞാൻ എങ്ങനെ, എന്തെല്ലാം രോഗം, ആ രോഗിയായ ഞാൻ എങ്ങനെ കർത്താവെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നേ? എൻ്റെ പ്രാഗൽഭ്യത്തെ കെടുത്തിയിട്ടുണ്ടത്. ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ ഒരു രോഗവും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്
നിങ്ങളെ പിറകോട്ട് വലിക്കരുത്. നിങ്ങളുടെ ഒരു പ്രശ്നവും പ്രശ്നങ്ങൾ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിങ്ങളെ പിറകോട്ട് വലിക്കരുത്. ആത്മീക ശുശ്രൂഷയുടെ മർമ്മം എന്താ? സ്വയം മുറിവേറ്റുകൊണ്ട് മറ്റുള്ളവരുടെ മുറിവിനെ കെട്ടുന്നതാണ് ദൈവം തന്ന മിനിസ്ട്രി എങ്കിൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്തു പറ, എന്റെ ഒരു പ്രതിസന്ധിയും ദൈവം തന്ന മിനിസ്ട്രിയിൽ നിന്ന് എന്നെ പിറകോട്ട് വലിക്കില്ല. മുറിവേറ്റുകൊണ്ട് മറ്റുള്ളവരുടെ മുറിവിനെ കെട്ടാനാണ് എന്നെ കുറിച്ചുള്ള ദൈവ പദ്ധതി എങ്കിൽ ഇന്ന് രാത്രി ഞാൻ അതിന് സ്തോത്രം ചെയ്യുന്നു. എന്നോട് ചേർന്ന് ആദരം തുറന്ന് ആമേൻ പറയാൻ മനസ്സുള്ള എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഒരു ദൂത് കൂടെ അവിടെ പറയാം. ഈ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവരെ ഒന്നും വിമർശിക്കല്ലോ കേട്ടോ. ഞാൻ ഒത്തിരി ഒന്നും പറയുന്നില്ല. പരസ്യമായി വിമർശിക്കാൻ വരാതെ ആള് മാറി വിമർശിക്കാൻ പറ്റുന്ന ഒത്തിരി സോഷ്യൽ മീഡിയ ഉണ്ട്. ഞാനാണോട്ട് വിമർശിച്ചൊന്ന് അങ്ങേർക്ക് അറിയില്ല, എന്നാൽ അങ്ങേർക്കൊരു ആരെയും വിമർശിക്കല്ലേ. ഒരാമേനൊന്ന് പറ. അനാവശ്യമായി കാര്യകാരണങ്ങളില്ലാതെ വിമർശിക്കല്ലേ. സോഷ്യൽ മീഡിയയിൽ വിമർശിക്കല്ലേ. വിമർശിക്കണമെങ്കിൽ തിരുത്തണമെങ്കിൽ വ്യക്തിപരമായി ആയിക്കൂടെ? അതല്ലേ വചനം തരുന്ന പ്രബോധനം. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ വിമർശിക്കുക എന്ന് പറയുമ്പോൾ അവരെ സ്നേഹിക്കുക എന്നുള്ളതല്ലോ, അവരെ തകർക്കുക എന്നുള്ളതല്ലേ, അവരെ മുടിക്കുക എന്നുള്ളതല്ലേ, അവരുയരാനും അവർ നിൽക്കാനും അനുവദിക്കയില്ലെന്നുള്ളതല്ലേ. പക്ഷെ ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് പറയാം, ദൈവം അവരെ കുറിച്ചൊരു കാര്യം നിർണയിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് വേണ്ടി അവർ നിൽക്കുന്നുണ്ടെങ്കിൽ, ദൈവം നിർണയിച്ച കാര്യം അവരിലൂടെ ചെയ്യും. പ്രിയരെ, ഇന്ന് രാത്രി മനസ്സ വാച കർമ്മണ ഒരു മനുഷ്യനൊരു ദോഷം ചെയ്യാൻ എനിക്ക് ഇട വരരുതെന്ന് അതരം തുറന്ന് ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേർ ഇവിടെ വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒത്തിരി കാര്യം എനിക്ക് പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്, പക്ഷെ ഞാൻ ബോധപൂർവം ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെ പോകുന്ന ആളല്ല. പക്ഷെ ഒരു ചെറിയൊരു ചിന്ത പറഞ്ഞതേ ഉള്ളൂ. അങ്ങേരെ 8-10 എന്നാ നടക്കുന്നത്. പിന്നെ അങ്ങേരെ രോഗികളെ സൗഖ്യമാക്കാൻ നടക്കുന്നൊന്ന് പറയരുത്. ഒരാമേനൊന്ന് പറ. കാരണം മിനിസ്ട്രിയുടെ മർമ്മം ഇതാ. യേശു കർത്താവ് പ്രതിസന്ധിയിലായിരിക്കുമ്പോഴും മൽക്കോസിന്റെ പ്രതിസന്ധിയിൽ ഇടപെട്ടില്ലേ? ആ പ്രശ്നം പരിഹരിച്ചില്ലേ? കർത്താവ് ഞാൻ ജനിച്ചു വളർന്ന പട്ടണത്തോട് പറഞ്ഞില്ലേ, നിങ്ങൾ പറയും വൈദ്യ നീ നിന്നെ തന്നെ ചികിത്സിക്കുക എന്ന് പറയുമെന്ന് പറഞ്ഞില്ലേ? അതെ, അങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങൾ ഉണ്ടാകാം. പക്ഷെ അവരുടെ ആ മുറിവുകളാണ് നമ്മെക്കാൾ ദൈവം അവരെ ഉപയോഗിക്കാൻ ദൈവം കാരണീയമായി കണ്ടതെങ്കിൽ ആരെയും വിമർശിക്കാൻ, ആരെയും ഇകഴ്ത്താൻ, ആരെയും ശുശ്രൂഷയിൽ നിന്ന് ഒഴിവാക്കാൻ ഞാനും നിങ്ങളും ഇടവരുത്തരുത്. അതരം തുറന്ന് ചങ്കൂറ്റത്തോടെ സ്തോത്രം പറയാൻ മനസ്സുള്ള എത്ര പേർ ഇവിടെയുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തകർക്കാൻ എളുപ്പമാണ്, പണിയാൻ പ്രയാസമാണ്. ഒരാത്മിക ദൂതും കൂടെ പറഞ്ഞോട്ടെ. തന്നെ പിടിക്കാൻ വന്നവന്റെ കാത് ഒട്ടിച്ച് കർത്താവ് ആ രക്തത്തിൽ കിടന്ന് പിടയ്ക്കുക. യേശു അത് ഒട്ടിച്ചു. സ്തോത്രം എന്ന് പറയാമോ? തന്നെ പിടിക്കാൻ വന്നവന്റെ കാത് ഒട്ടിക്കാൻ കർത്താവിന് ഇഷ്ടം തോന്നിയെങ്കിൽ ഇന്ന് രാത്രി സുവിശേഷ യോഗത്തിന്റെ പ്രഥമ രാത്രി ഒരു രോഗശാന്തി എൻ്റെ മേലും നിങ്ങളുടെ മേലും പകരണമെന്ന് ദൈവത്തിന് പദ്ധതിയുണ്ടെങ്കിൽ, പ്രസംഗിക്കുന്നവരാരും ആയിക്കൊള്ളട്ടെ, ആ രോഗശാന്തി ദൈവത്തിന്റെ പദ്ധതിയിൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇന്ന് രാത്രി അത് സംഭവിച്ചു കൂടെ? പ്രിയരെ, ഒരു രോഗശാന്തി പ്രതീക്ഷിച്ച് വന്നവരുണ്ടല്ലേ? ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇതിനകത്ത് വ്യാപരിക്കട്ടെ. നിങ്ങളുടെ ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ ആന്തരിക അവയവങ്ങളിൽ, ബാഹ്യ അവയവങ്ങളിൽ, രക്തധമനികളിൽ, മാംസപേശികളിൽ, ആന്തരിക ബാഹ്യ അവയവങ്ങളിൽ ഇന്ന് രാത്രി വചനത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. അവൻ തന്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കുന്നു. ആരും നിങ്ങളുടെ തലയിൽ കൈവയ്ക്കാതെ തന്നെ അത്ഭുത രോഗശാന്തി ഈ രാത്രി ഇതിനകത്ത് ചെയ്യാൻ കർത്താവ് ശക്തി.
അപ്പൊ ആ പ്രതിസന്ധി പരിഹരിക്കാൻ യേശുവിന് എങ്ങനെ പറ്റി? പ്രതിസന്ധിയുടെ തീക്കുണ്ടത്തിലാണെങ്കിലും അതൊന്നും തന്നെ സ്വാധീനിച്ചിട്ടില്ല. അതാണ് യേശു അനുഭവിച്ച സമാധാനം. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അടുത്ത രണ്ടാമത്തെ ചോദ്യം, അത് നമുക്ക് അനുഭവിക്കാൻ കഴിയുമോ? അനുഭവിക്കാൻ കഴിയും. ഒരാമേൻ പറയാവോ? അനുഭവിക്കാൻ കഴിയും, അനുഭവിക്കാൻ കഴിയണം. ഒറ്റ ചിന്ത പറഞ്ഞ അടുത്ത ഭാഗത്തേക്ക് വരാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം വായിക്കണ്ട. നമുക്ക് എല്ലാവരുടെയും നാവിൽ തട്ടിക്കളിക്കുന്ന ഭാഗമാണത്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായമാണ്. ഹെരോദ രാജാവ് വെളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ കഴിഞ്ഞ് പത്രോസിന്റെ തലവെട്ടാൻ തീരുമാനിച്ച് ജയിലിനകത്ത് കിടത്തിയിരിക്കുകയാണ്. ദൂതൻ പത്രോസിന്റെ അടുക്കൽ ഇറങ്ങുന്നു, വിലാപ്പുറത്ത് തട്ടുന്നു, ചെരുപ്പിട്ട് അരകെട്ടി നടക്കാൻ പറയുന്നു. പത്രോസ് നടക്കുന്നു. പ്രാർത്ഥിച്ച വീടിന്റെ വാതിക്കൽ വരുന്നു. അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച്, കാരാഗ്രഹത്തിൽ പത്രോസ് എന്ത് ചെയ്യുക? സുഖമായി ഉറങ്ങുക. നമുക്ക് പത്രോസിനോട് ചോദിക്കാം, പത്രോസേ, നാളെ നേരം വെളുത്താൽ വിസ്താരം കഴിഞ്ഞ് ശിരച്ഛേദം ചെയ്യാൻ പോവാ. പത്രോസ് പറയും, ഉവ്വ്, നാളെ നേരം വെളുത്താൽ എൻ്റെ തല വെട്ടും. നാളെ നേരം വെളുത്താൽ തല വെട്ടുമെന്നറിയാമെങ്കിൽ നാളെ കൊല്ലപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് എങ്ങനെ ഇന്ന് രാത്രി ഇങ്ങനെ സുഖമായി ഉറങ്ങാൻ പറ്റുന്നത്? പത്രോസ് പറയും, എനിക്കെന്നല്ല, ലോകത്തിൽ ഒരു മനുഷ്യനും അത് കഴിയില്ല. പിന്നെന്താ ഞാനിങ്ങനെ ഉറങ്ങാൻ കാരണം കൊല്ലപ്പെടുന്നതിൻ്റെ തലേ രാത്രി കൊല്ലപ്പെടുമെന്നറിഞ്ഞ് എൻ്റെ രക്ഷിതാവ് ഗത്സമനയിൽ അനുഭവിച്ച ആ സമാധാനം ഉണ്ടല്ലോ, ആ സമാധാനം ഞാൻ പോലും അറിയാതെ ഈ ജയിലറയുടെ പരുക്കന്തറയിൽ എൻ്റെ മേൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ സമാധാനമാണ് കൊല്ലപ്പെടുന്നതിൻ്റെ തലേ രാത്രി കൊല്ലപ്പെടുമെന്നറിഞ്ഞ് ഞാനിവിടെ സുഖമായി ഉറങ്ങാൻ കാരണം. ഇന്ന് രാത്രി ഞാൻ അതൊന്നുകൂടെ പറഞ്ഞോട്ടെ, ഒരു പ്രതിസന്ധിയിൽ ഒരു ദൈവഭക്തി അകപ്പെടുമ്പോൾ അവര് പോലും അറിയാതെ അവരുടെ മേൽ ഇറങ്ങി വരുന്ന അദൃശ്യമായ ദൈവിക അനുഗ്രഹമാണ് ആ ദൈവിക സമാധാനം. അത് അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയ ദൈവമക്കളുടെ കരം ഞാൻ ഒന്നുകൂടെ കനത്ത കരവ് ശബ്ദമുയർത്തി ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതുകൊണ്ടാണ് ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്, ഒന്നിനെ കുറിച്ചും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്ന സകല, എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത വാക്യം പറഞ്ഞ്, എന്ന സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. ആ സമാധാനത്തിന്റെ പ്രത്യേകത എന്താണ്? അത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനമാണ്. ചിലരൊക്കെ ചോദിച്ചിട്ടില്ലേ, നീ എങ്ങനെ പ്രതിസന്ധിയിൽ പിടിച്ചു നിന്നത്? ഒറ്റ മറുപടിയേ ഉള്ളൂ, ദൈവിക സമാധാനം. ആ പ്രതിസന്ധി അനുഭവിച്ചപ്പോൾ നാം പോലും അറിയാതെ നമ്മുടെ മേൽ അപ്പോൾ ഇറങ്ങി വന്ന് ദൈവിക സമാധാനത്തിന്റെ കരുത്ത് ഇന്ന് രാത്രി അനുഭവിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. നദി പോലെ കവിഞ്ഞൊഴുകുന്ന സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്തിന്റെ കൈമാറ്റം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇതിനകത്ത് പകരട്ടെ. ഒരു സുവിശേഷകൻ എന്ന നിലയിൽ അടുത്ത ചിന്ത കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ആർക്കാണ് ഈ സമാധാനം കിട്ടുക? ഒരാമേൻ എന്ന് പറഞ്ഞു പറയാവോ? എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ആ സമാധാനം ആർക്കാണ് അനുഭവിക്കാൻ കഴിയുക? ദൈവത്തോട് നിരന്നവർക്കാണ് ആ സമാധാനം അനുഭവിക്കാൻ കഴിയുക. റോമാലേഖനം 5:1 വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. കരവ് ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടി ദൈവത്തിന് നന്ദി പറയാം. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക.
ദൈവത്തോട് സമാധാനമായവർക്കാണ് ദൈവിക സമാധാനം കിട്ടുന്നത്. ദൈവത്തോട് സമാധാനമാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തോട് സമാധാനമാകാൻ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തോട് സമാധാനമാകാൻ ദൈവം എന്താണ് ഒരുക്കിയത്? കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ് അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. മതി, എല്ലാവരും എന്നെ മുതോട് നോക്കി. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മൂലം സമാധാനം ഉണ്ടാക്കി. എത്ര പേർക്ക് നല്ലൊരു ആമേൻ പറയാൻ പറ്റും? ആ പദം കണ്ടോ? ഉണ്ടാക്കപ്പെട്ട സമാധാനം. ഉണ്ടാക്കപ്പെട്ട ഒരു ഉദാഹരണം അങ്ങ് പറയുകയാണേ. ഉണ്ടാക്കപ്പെട്ട സമാധാനം എന്ന് പറയുമ്പോൾ ആ സമാധാനം ഉണ്ടാക്കപ്പെടണമെങ്കിൽ അതിൻ്റെ അർത്ഥം അതിലെന്തോ പ്രതിസന്ധി ഉണ്ടെന്നാണ്. ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുക നിമിത്തം ഉണ്ടാക്കപ്പെട്ട പ്രശ്ന പരിഹാരത്താൽ ഉളവാകുന്നതാണ് സമാധാനം. ഉദാഹരണം പറയാം. യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അങ്ങ് മൂർച്ഛിച്ചെന്നിരിക്കട്ടെ. മൂർച്ഛിക്കുകയല്ല കേട്ടോ, അത് പരിഹരിക്കുവേ. ടെൻഷനൊന്നും അടിക്കണ്ട. എനിക്ക് അറിഞ്ഞുകൂടെ, ഞാൻ പ്രവാചകനൊന്നും അല്ല. കൂടുകയോ കുറയുകയോ ചെയ്യുക, അത് അവരുടെ കാര്യം. അപ്പം അത് ബ്രിട്ടനും കൂടെ അതങ്ങ് ഏറ്റെടുത്തു. റഷ്യയും ചൈനയും ഉത്തര കൊറിയയും കൂടെ ഒന്നിച്ചു. റഷ്യയുടെ കൂടെ ചൈനയും ഇറാനും ഉത്തര കൊറിയയും കൂടെ അണിനിരന്നു. ബ്രിട്ടനെതിരെ അവരൊരു യുദ്ധം നടത്തുകയാണ്. ഒന്ന് ശ്രദ്ധിക്കണേ, ടെൻഷനൊന്നും അടിക്കല്ലേ. നാളെ തൊട്ട് KJ തോമസ് അങ്ങനെ പറഞ്ഞൊന്നും പറയില്ല, ഒരു ഉദാഹരണം പറയുക. അപ്പൊ ബ്രിട്ടനെതിരെ ഇവർ യുദ്ധം ചെയ്തപ്പോൾ ബ്രിട്ടനെ സഹായിക്കാൻ പ്രത്യക്ഷത്തിൽ ആരും വന്നില്ല. അയർക്കുന്നത്തുനിന്ന് ഒരു മോള് ലണ്ടനിൽ പഠിക്കാൻ പോയി. അപ്പോൾ ഈ ലണ്ടനിൽ കൊണ്ട് റഷ്യ ബോംബിടുന്നു എന്നൊക്കെ കേട്ടപ്പോഴേ അയർക്കുന്നത്തുനിന്ന് അമ്മയും അപ്പനും കൂടെ മോളെ വിളിക്കുക. മോളെ, പൊന്നുമോളെ, ലണ്ടനിലെ പഠിത്തം വേണ്ട മോളെ, എൻ്റെ പൊന്നുമോളിഞ്ഞു പോരെ, ബാങ്കിൽ നിന്നെടുത്ത ലോണൊക്കെ നമുക്ക് എങ്ങനെങ്കിലും അടച്ച് മോളിഞ്ഞു പോരെ. അതെന്നാ മോള് പോരാൻ പറയുന്നേ? മനസ്സുള്ളത് കൊണ്ടല്ല, മോടെ മണ്ടയ്ക്കെങ്ങാനും ബോംബ് വീണ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ആ ഭയം കൊണ്ടല്ലേ വരാൻ പറയുന്നേ. പക്ഷെ ആ പ്രശ്നം രൂക്ഷമാകും. ലോകത്തിനത് വലിയ തലവേദനയും പ്രതിസന്ധിയും തകർച്ചയും സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ ഐക്യരാഷ്ട്രസഭ ആ വിഷയത്തിൽ ഇടപെട്ടു. ഈ യുക്രൈനും ബ്രിട്ടനും റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഇറാനും ഒക്കെ തമ്മിൽ ഉണ്ടായ ആ പ്രതിസന്ധി അവർ ഒരു ചർച്ച നടത്തി പരിഹരിച്ചു. നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ അത് ഫ്ലാഷ് ന്യൂസായിട്ട് വന്നു. യുദ്ധം ഒഴിവായി, പ്രശ്നം. ഉടനെ നമ്മുടെ അമ്മയും അപ്പനും കൂടെ മോളെ വിളിക്കുക. മോളെ, പൊന്നുമോളെ, ഉടനെ എങ്ങും വരണ്ട, അവധി കിട്ടുമ്പം വന്നാൽ മതി. അതെന്നെ അപ്പനും അമ്മയും കൂടി ഇപ്പം കളം മാറ്റിയേ, ഒന്ന് സ്വോത്രം ചെയ്ത് പറ. ഇപ്പം സമാധാനമായി, ടെൻഷനില്ല. എന്നാ ആ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്ന പ്രശ്നം പരിഹരിച്ചു. പരിഹരിക്കപ്പെട്ട പ്രശ്നത്തിലൂടെ ഉളവായ അനുഗ്രഹമാണ് സമാധാനം. അങ്ങനെയാണെങ്കിൽ യേശു സമാധാനം ഉണ്ടാക്കിയെന്നല്ലേ? അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനം ഉണ്ടാക്കി. ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്. അങ്ങനെയാണെങ്കിൽ ആ സമാധാനം ആരൊക്കെ തമ്മിലാണ് ഉണ്ടാക്കിയത്? ആ സമാധാനം ഉണ്ടാക്കാനുള്ള കാരണം എന്തായിരുന്നു? വായിക്കേണ്ട, ഞാൻ പറഞ്ഞുവിടാം, ഞാൻ ഉദ്ദേശിച്ച സമയം കഴിഞ്ഞു. യെശയ്യാ 59:1 രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ ചെവി മന്ദമായി
മാത്രമായിട്ടുമില്ല, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ, നിങ്ങളുടെ പാപങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത്. പാപം നിമിത്തം, അകൃത്യം നിമിത്തം ഒരിക്കലും പരമപരിശുദ്ധനായ ദൈവത്തോടടുക്കാൻ കഴിയാതെ മനുഷ്യനെന്നേക്കും ദൈവത്തിൽ നിന്ന് വിദൂരതയിലായിരുന്നു. ഒരിക്കലും അവന് ദൈവത്തോടടുക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം ഒരിക്കലും അവന് ദൈവത്തോടടുക്കാൻ കഴിയാതെ അവനും ദൈവത്തിനും മധ്യത്തിൽ മതില് പോലെ, പർവ്വതം പോലെ ഒരു പ്രതിസന്ധി ഉയർന്നു നിന്നിരുന്നു. ആ പ്രതിസന്ധിയുടെ പേരാണ് പാപം, ആ പ്രതിസന്ധിയുടെ പേരാണ് അകൃത്യം. എന്നാൽ എന്റെ രക്ഷിതാവ് എന്താ ചെയ്തെന്നറിയാമോ? ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് പിറകിൽ സ്വർഗ മഹിമകളെ വെടിഞ്ഞ് വേഷത്തിൽ മനുഷ്യനായി എന്റെ രക്ഷിതാവ് മണ്ണിൽ വെളിപ്പെട്ടു. എന്തിനാണ് യേശു മണ്ണിൽ പ്രത്യക്ഷനായത്? യോഹന്നാൻ സ്നാപകൻ പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അടുത്ത വാക്യം ദൈവമക്കൾ സ്തോത്രം ചെയ്തെന്ന് പറഞ്ഞ്, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. യേശു ക്രിസ്തു മനുഷ്യനായി മണ്ണിൽ വന്നത് ആ പാപപ്രശ്നം പരിഹരിക്കാനാണ്. ആ പാപപ്രശ്നം എങ്ങനെ പരിഹരിച്ചു? 1 പത്രോസ് 2:24, നാം പാപം സംബന്ധിച്ചു മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടുന്നതിന് യേശു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു. എല്ലാവരും സ്തോത്രം ചെയ്ത് പറയാമോ? ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. എന്റെ മാന്യ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ക്രൂശ് ചുമന്നു. സത്യം, സത്യം, സത്യം. എന്നാൽ ക്രൂശിലല്ല നമ്മുടെ പാപങ്ങൾ ചുമന്നത്, തന്റെ ശരീരത്തിലാണ്. അതുകൊണ്ടല്ലേ തിരുവെഴുത്ത് പറയുന്നത്, അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു. ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. തലയിൽ മുൾക്കിരീടം ചൂടപ്പെട്ട്, കണ്ണുകെട്ടി തല്ലപ്പെട്ട്, പുറമുഴുപിച്ചാല് പോലെ അടിച്ചു കീറപ്പെട്ട്, രക്തത്തുള്ളികൾ ഇട്ടിട്ട് വീഴ്ത്തി യെരൂശലേം തെരുവീഥിയിലൂടെ വലത്തോട്ടും ഇടത്തോട്ടും, ഇടത്തോട്ടും വലത്തോട്ടും വീണ്ടും എണീറ്റും വീണ്ടും നടന്നു നീങ്ങി അവസാനം തലയോടിടമെന്ന ഗോൽഗൊത്ത മലയുടെ മുകളിൽ ഇരുകള്ളന്മാരുടെ നടുവിൽ അസ്ഥികളുടെ ബന്ധമെല്ലാം വിച്ഛേദിക്കപ്പെട്ട്, കൈകാലുകളിൽ ആണിയടിക്കപ്പെട്ട്, മുൾക്കിരീടം ചൂടിയ തല മറ്റൊരിടത്തും ചായ്ച്ചു വെക്കാൻ ഇടമില്ലാതിരുന്നത് കൊണ്ട് സ്വന്തം തോളോട് ചായ്ച്ചു വെച്ച് എന്റെ രക്ഷിതാവ് പ്രാണനെ വെടിയും അളവിൽ അവസാന ലോകത്തോട് പറയുന്നത്, ഞാൻ ഇവിടം കൊണ്ട് തീർന്നെന്നല്ല, പിന്നെന്താ പറയുന്നത്? സകലവും നിവർത്തിയായി. എന്ത് നിവർത്തിയായി? യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. കരവ് ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. മനുഷ്യ, താങ്കൾക്കും ദൈവത്തിനും തമ്മിൽ ഒരിക്കലും അടുക്കാൻ കഴിയാതെ ദൈവത്തിൽ നിന്ന് നമ്മെ എന്നേക്കും അകറ്റി നിർത്തിയത് നമ്മുടെ പാപങ്ങളാണ്, നമ്മുടെ അകൃത്യങ്ങളാണ്. എന്നാൽ ഇന്ന് ദൈവത്തോടടുക്കുന്നതിന് അങ്ങനെ ഒരു തടസ്സമില്ല. ഉണ്ടായിരുന്ന ആ പ്രശ്നം യേശു പരിഹരിച്ചു. എങ്ങനെ പരിഹരിച്ചു? കൊലോസ്യർ 1:21 സ്തോത്രം ചെയ്ത് പറഞ്ഞ്, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനമുണ്ടാക്കി. ധന്യനായ പൗലോസ്ലീഹ പറയുന്നു, അവന്റെ മരണം കൊണ്ട് അവൻ നമ്മെ ദൈവത്തോടും നിരപ്പിച്ചു. ആ നിരപ്പിന്റെ ശുശ്രൂഷ ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. അതരം തുറന്ന് ചങ്കൂറ്റത്തോടെ എന്നോട് ചേർന്ന് സ്തോത്രം പറയാൻ ഈ രാത്രി എത്ര പേർക്ക് മനസ്സുണ്ട്? അങ്ങനെ യേശുവിൻ്റെ ക്രൂശും മരണം എൻ്റെ പാപപരിഹാരത്തിനു വേണ്ടിയായിരുന്നു എന്ന്. യേശു മനുഷ്യനായി മണ്ണിൽ വന്നത് എൻ്റെ പാപപ്രശ്നം പരിഹരിക്കാനായിരുന്നു എന്നും തൻ്റെ ക്രൂശ് മരണം മൂലം അത് പരിഹരിക്കപ്പെട്ടെന്നും ഹൃദയപൂർവം ആര് വിശ്വസിക്കുന്നോ അവർക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹമാണ് നീതീകരണം.
ആ നീതീകരിക്കപ്പെട്ടവർക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹമാണ് ഒന്ന്, ദൈവത്തോടുള്ള സമാധാനം. ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്, ദൈവത്തോട് സമാധാനമാകുക, ദൈവത്തോട് നിരക്കുക, സമാധാനമാകുക എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമേ അതിന്റെ അർത്ഥമുള്ളൂ. അത് വിശ്വസിക്കുക. ഏത് വിശ്വസിക്കുക? എനിക്കൊരിക്കലും ദൈവത്തോട് അടുക്കാൻ കഴിയാതെ എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റിയത് എന്റെ അകൃത്യമാണ്, എന്റെ പാപമാണ്. എന്നാൽ ആ പാപപ്രശ്നം, അകൃത്യം പരിഹരിക്കാൻ മനുഷ്യനായ യേശു മണ്ണിൽ വന്ന് തന്റെ ക്രൂശു മരണം കൊണ്ട് അത് നിവർത്തിച്ചു തീർത്തു എന്ന് ആര് ഹൃദയംഗമമായി വിശ്വസിക്കുന്നു, ആ വിശ്വാസത്താൽ, നീതീകരണത്താൽ അവർക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോട് നിരന്നവർക്ക്, ദൈവത്തോട് സമാധാനമായവർക്ക് അനുദിന ജീവിതത്തിൽ ദൈവം കൊടുക്കുന്ന അതുല്യ അനുഗ്രഹമാണ്. ഒരു സ്തോത്രം ചെയ്ത് പറഞ്ഞ്, യേശു തന്ന സമാധാനം. ഒറ്റ ഉദാഹരണം പറഞ്ഞ് നമുക്കൊരു ഗാനം പാടി അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യോബിന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, യാക്കോബിന്റെ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും. അടുത്തൊന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്, അകലക്കുന്നോ എന്ന് പറഞ്ഞാൽ കോട്ടയത്തൊന്നും ഒത്തിരി അകലമല്ല അല്ലേ? കോട്ടയവും പാമ്പാടിയും കാരണം അകലക്കുന്നോ ആണേലും കോട്ടയമാണേലും പാമ്പാടിയാണേലും എത്രയോ വർഷങ്ങളുടെ പഴക്കമുള്ള ദൈവമക്കളാ. സ്തോത്രം ചെയ്ത് പറയണം. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും അല്ലേ? ദൈവം വരുത്തിയ അവസാനം കണ്ടുമിരിക്കും. അങ്ങനല്ലേ വാക്യം? യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടു. അപ്പൊ പ്രതിസന്ധി ഉണ്ട്. ഒരാമേൻ എന്ന് പറ. പ്രതിസന്ധി കേട്ടു, പക്ഷെ ദൈവം വരുത്തിയ അവസാനം പ്രതിസന്ധി ഉണ്ട്. എല്ലാവരും ആമേൻ പറഞ്ഞു പറ. പ്രതിസന്ധിക്ക് പരിഹാരവുമുണ്ട്. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടു, ദൈവം വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. ഇത് കുഴി കൊണ്ടുവച്ചേ തീരൂ എന്ന് പറയരുത്. പ്രതിസന്ധി അനുവദിച്ച ദൈവം ആ പ്രതിസന്ധിക്കൊരു സമയം വെച്ചിട്ടുണ്ട്, പരിഹരിക്കാനൊരു സമയം വെച്ചിട്ടുണ്ടെന്ന് സ്തോത്രം ചെയ്ത് പറയാമോ? ഒന്നുകൂടെ പറയാം. പ്രതിസന്ധി ഉണ്ട്, പ്രതിസന്ധിക്ക് പരിഹാരമുണ്ട്, പരിഹാരത്തിനൊരു സമയമുണ്ട്. അല്ലേ? യോസേഫിനെ കുറിച്ച് വായിക്കണം. അവന്റെ ശോധനാകാലം തികഞ്ഞപ്പോ രാജാവ് ആളയച്ചെന്നല്ലേ? ശോധനയെ അനുവദിച്ച ദൈവം ശോധനയ്ക്കൊരു സമയം കുറിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം കുറിച്ചു വെച്ച ശോധനാകാലത്തിന് ഒരു സെക്കൻഡ് അപ്പുറത്ത് നിന്റെ പ്രതിസന്ധി നിൽക്കാൻ ദൈവം അനുവദിക്കില്ല. അതരം തുറന്ന് സ്തോത്രം ചെയ്തു പറ. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും അല്ലേ? വെളിപ്പാട് പുസ്തകത്തിൽ സഭയോട് പറയുന്നില്ലേ? പ്രതിസന്ധി ഉണ്ടോ? പ്രതിസന്ധിക്കൊരു പരിഹാരമുണ്ട്, പരിഹാരത്തിനൊരു സമയമുണ്ട്. സമയത്തിനപ്പുറത്ത് ഒരു പ്രതിസന്ധിയും നിൽക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രതിസന്ധി ഉണ്ട്, പ്രതിസന്ധിക്ക് പരിഹാരമുണ്ട്, പരിഹാരത്തിന് സമയമുണ്ട്. സമയത്ത് പരിഹാരം വരുന്നിടം വരെ നിലനിർത്താൻ സമാധാനവുമുണ്ട്. ഒരുമിച്ച് ദൈവമക്കൾ പറ. പ്രതിസന്ധിയുണ്ട്, പ്രതിസന്ധിക്ക് പരിഹാരമുണ്ട്, പരിഹാരത്തിന് സമയമുണ്ട്. സമയത്ത് പരിഹാരം വരുന്നിടം വരെ നിലനിർത്തുന്ന ദൈവിക സമാധാനവുമുണ്ട്. ആ ഉറപ്പുള്ളവർ ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക.